ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഓഡിയോ ആൻഡ് വീഡിയോ ക്ലിയർ ആണോ? ജസ്റ്റ് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുമ്പോൾ ഓഡിയോ ആൻഡ് വീഡിയോ ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണ്. ഓ, താങ്ക് യു ശ്രീലക്ഷ്മി. താങ്ക് യു രഞ്ജിത്ത്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പൊ എല്ലാവരും CGL എക്സാം ഒക്കെ എഴുതാൻ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു നെക്സ്റ്റ് കമ്മിങ് 1 അവറിന്റെ അകത്ത് നമ്മൾ ഈ ഒരു വെബിനാറിൽ മെയിൻലി നോക്കാൻ പോകുന്നത് നമുക്ക് എക്സാംസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, എസ്പെഷ്യലി നമ്മുടെ ലാസ്റ്റ് നടന്ന CGL-ഉം അതിന്റെ മുമ്പത്തെ വർഷം നടന്ന CGL എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു CGL-ന്റെ ഇപ്പോഴത്തെ നടക്കുന്ന ഒരു എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് 2022 തൊട്ടാണ് പുതിയൊരു പാറ്റേണിലേക്ക് മാറിയത്. ഇപ്പൊ പുതിയ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റിനെ കൗണ്ട് ഒക്കെ സെയിം ആണെങ്കിലും നമ്മുടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ രീതി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ക്വസ്റ്റിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ആ ഒരു ഏരിയയൊക്കെ ഡിഫറൻസ് വന്നത് നമ്മുടെ 2022 തൊട്ടാണ്. അപ്പോൾ ആ 2022 തൊട്ട് ഇങ്ങോട്ടുള്ള എക്സാംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2022, 2023 ആൻഡ് ഇനി നടക്കാൻ പോകുന്നത് 2024 ആൻഡ് ഇൻക്ലൂഡിംഗ് 2024 ഓൾറെഡി നടന്ന CHSL-ന്റെ എക്സാം, നമ്മുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടായിരിക്കും. ആ ഒരു എക്സാംസ് ഒക്കെ വെച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന CGL-ന്റെ എക്സാം ഏകദേശം എങ്ങനെയായിരിക്കും, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്, ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ടുള്ള ഏരിയാസ്, ലൈക്ക് ഇൻക്ലൂഡിംഗ് ലാസ്റ്റ് CGL ആയാലും ഇപ്പൊ നടന്ന CHS-ന്റെ എക്സാം വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഏതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്, ഏതൊക്കെയാണ് കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏരിയാസ്, ഇതൊക്കെ നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനും പിന്നെ നമ്മുടെ പ്രീവിയസ് CGL തന്നെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് അതിന്റെ ഒരു പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഷോർട്ട് കട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു 1 അവറിന്റെ അകത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റിനും ആൻഡ് കൂടുതൽ എക്സാമിനെ കുറിച്ചുള്ള ഒരു ഇൻസൈറ്റും ആണ് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് നമുക്ക് ഇപ്പോൾ ഈ ഒരു 1 അവറിന്റെ അകത്ത് അല്ലെങ്കിൽ ഈ വെബിനാറിന്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്, നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എക്സാം എങ്ങനായിരിക്കും എന്നുള്ള ഒരു റഫ് ഐഡിയ വെച്ച്. പക്ഷേ എനിക്ക് അതിന് മുമ്പേ പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓൾറെഡി നടന്ന ഒരു പാറ്റേൺസും കാര്യങ്ങളും വെച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ റീസെന്റ് CSS എക്സാം നടന്ന സമയത്തും അതിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. ഓൾമോസ്റ്റ് അതേ സെയിം ഇമ്പോർട്ടൻസിൽ തന്നെയാണ് എക്സാം കണ്ടക്ട് ആയെന്ന് തന്നെ പറയാം. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ച്, എനിക്ക് ഒന്ന് പഠിക്കുക എന്നുള്ളതല്ല ഞാൻ പറയാൻ പോകുന്നത്, ലിറ്ററലി പഠിക്കുക എന്നുള്ളതല്ല ഞാൻ പറയാൻ പോകുന്നത്. രണ്ട് കാര്യങ്ങൾ. നിങ്ങളുടെ എക്സാം മേ ബി ഇനീഷ്യൽ ഡേയ്സിലാവാം, ഇൻ ബിറ്റ്വീൻ ആവാം, ടുവേർഡ്സ് ദി എൻഡ് ആകാം. പക്ഷെ എപ്പോഴായാലും എസ്പെഷ്യലി ഇൻ ബിറ്റ്വീൻ ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ആണെങ്കിൽ അവർക്ക് വേണ്ടി എപ്പോഴായാലും നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്കറിയാം മോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആൻഡ് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്, നിങ്ങളെ ഡെയിലി നടക്കുന്ന എക്സാമുകൾ ഒരു ദിവസം 4 ഷിഫ്റ്റ് വെച്ചാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം ആ 4 ഷിഫ്റ്റും ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും ഉള്ള അതിന്റെ റിവ്യൂ നമ്മുടെ ഈ പറയുന്ന ഓൺലൈൻ അപ്ഡേറ്റ് ആവും. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആ റിവ്യൂസ് അപ്ഡേറ്റ് ആവും. ഇപ്പൊ ഈ റിവ്യൂസ് അപ്ഡേറ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ആവുമ്പോൾ അതിന്റെ റിവ്യൂസ് അപ്ഡേറ്റ് ആവുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും എല്ലാ ഡേയ്സും നടക്കുന്ന എല്ലാ ഷിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത്, ഏതൊക്കെയാണ് റിപ്പീറ്റ് ആവാൻ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് നോട്ട് ചെയ്തെടുക്കുകയും വേണം. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് നിങ്ങളൊന്ന് ഓൾറെഡി പഠിച്ച ഏരിയാസ് ആയിരിക്കും, പക്ഷെ അത് കുറച്ചുകൂടി ഒന്ന് റിവൈസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്തു പോകണം. ബിക്കോസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ എന്താ പറയുക ടോപ്പേഴ്സ് അല്ലെങ്കിൽ കേരളത്തിൽ റാങ്ക് വാങ്ങിക്കുന്നവർ, ഇന്ത്യയിൽ റാങ്ക് വാങ്ങിക്കുന്നവർ, അവർ വളരെ കോമൺ ആയിട്ട് എക്സാം സമയത്ത് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. അവര് ഈ പറയുന്ന പിന്നെ പഠിക്കുകയോ പഠിക്കത്തില്ലയോ അതൊക്കെ എന്നുള്ള ഈ ലാസ്റ്റ് മിനിറ്റ്സിൽ പിന്നെ പഠിക്കാൻ വലുതായിട്ട് ഒന്നുമില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നടക്കുന്ന എക്സാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഷിഫ്റ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയ വെച്ചുകൊണ്ട് അവർ കൂടുതൽ പ്രിപ്പയർ ചെയ്യുക ഡീപ്പായിട്ട് എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഡെയിലി നടക്കുന്ന എക്സാംസ് ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആൻഡ് നിങ്ങൾ ഓരോ ഷിഫ്റ്റ് കഴിഞ്ഞ് ചെക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഈവനിങ് വല്ലം 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇരുന്ന് അന്നത്തെ നടന്ന ഫുൾ ഷിഫ്റ്റ് ഒരുമിച്ചിരുന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. എന്നിട്ട് എല്ലാ ഷിഫ്റ്റിലും എന്തായിരുന്നു കോമൺ ആയിട്ട് റിപ്പീറ്റ് ആയത്, അങ്ങനെയുള്ള ഇനി റിപ്പീറ്റ് ആവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, ആ ഒരു ഏരിയാസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണെങ്കിലും പഠിക്കാനുള്ളതാണെങ്കിലും അതൊന്ന് റിവൈസ് ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങൾ. അതിപ്പോൾ ഞാൻ മാത്സ് അല്ല പറയുന്നത്, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ് ആൻഡ് എസ്പെഷ്യലി GS. എന്താണ് നിങ്ങൾക്കറിയാം GS വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GS ഈ 4 ഏരിയാസും നിങ്ങൾ അതേപോലെ തന്നെ നോക്കി പോകണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ഡയറക്ട്ലി നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനും അതിലെ ഡിസ്കഷനിലേക്ക് നമുക്ക് പോകാം. ജസ്റ്റ് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു 1 അവറിന്റെ അകത്ത് നോക്കാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും പ്ലസ് നമ്മൾ ഈ ഒരു ഓരോ എക്സാമിനെ കുറിച്ചുള്ള ഒരു കൂടുതൽ ഇൻസൈറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ
നിങ്ങൾ അത് എഴുതിയെടുക്കുകയോ ചെയ്യണം. ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ തന്നെ പറയുന്നത്. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് തന്നെ പോകണം. ആൻഡ് ഇതിന് ശേഷം ഈ ഒരു വെബിനാറിന് ശേഷം നിങ്ങൾ ആ ഏരിയാസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, ഇല്ലെങ്കിൽ അതില്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ആ ഏരിയാസിൽ ഏതൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള ഏരിയാസ് ഉണ്ടോ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ലപോലെ ഇന്നും നാളെയും ആൻഡ് വരുന്ന ദിവസങ്ങൾ നിങ്ങളുടെ എക്സാം ടിൽ എക്സാം അതിന്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ അത് നോക്കി കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഡയറക്റ്റ്ലി തന്നെ ക്വസ്റ്റൻസിലേക്ക് തന്നെ നമുക്ക് പോകാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വന്ന ഏരിയ അല്ലെങ്കിൽ ഈ എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിലേക്ക് തന്നെ പോവാം. പെർസെൻറ്റേജ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ഒരു ഏരിയ ആണ് നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ഇയർ സീജിയലിന്റെ എക്സാമിൽ, ഓക്കെ, കഴിഞ്ഞ വർഷത്തെ നമ്മുടെ SSC സീജിയലിന്റെ എക്സാമിൽ മൊത്തം 39 ഷിഫ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 39 ഷിഫ്റ്റിലായിട്ടാണ് കഴിഞ്ഞ വർഷത്തെ സീജിയൽ നടന്നത്. ഈ എപ്പോഴും നമുക്കൊരു 36 തൊട്ട് 40 ഷിഫ്റ്റിന്റെ ഇടയ്ക്കാണ് നമ്മുടെ സീജിയലിന്റെ എക്സാംസ് എപ്പോഴും നടക്കുന്നത് തന്നെ. ഓക്കെ, എപ്പോഴും നടക്കുന്നത് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. 36 to 40 ഷിഫ്റ്റിലാണ് നടക്കുന്നത്. ഈ വർഷം മോസ്റ്റ്ലി ആ ഒരു 36 to മാക്സിമം 44 ഷിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലായിരിക്കും നമുക്ക് എക്സാംസ് മോസ്റ്റ്ലി കണ്ടക്ട് ആവാൻ പോകുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ് കണ്ടക്ട് ആവുന്നത്. ഓക്കെ, ഒരുപാട് പോകത്തില്ല, എന്തായാലും ഒരു 40 തൊട്ട് 50ന്റെ ഇടയ്ക്കേ നിൽക്കത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സീജിയലിൽ 39 ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. 39 ഷിഫ്റ്റിൽ നമുക്ക് പെർസെൻറ്റേജിൽ നിന്ന് ചോദിച്ച നമ്പർ ഓഫ് ക്വസ്റ്റൻസ് പറയുകയാണെങ്കിൽ 36 ക്വസ്റ്റൻ ആണ് നമുക്ക് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ വെച്ചെന്ന് പറയാം. ഇനി പെർസെൻറ്റേജിന്റെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയാസ് ഏതൊക്കെയാണ്? പെർസെൻറ്റേജിന്റെ ചാപ്റ്ററിൽ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റൻസിൽ പകുതി കൂടുതലും ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സിന്റെ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളതും, അതേപോലെ തന്നെ പിന്നെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ സേവ് ചെയ്യുന്നതിന്റെ ഒരു പെർസെൻറ്റേജ് ചോദിക്കുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ. ലൈക്ക് നമ്മുടെ ഇൻകം ഇൻക്രീസ് ആയി, എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ആയി, അങ്ങനെയാണെങ്കിൽ സേവിങ്സ് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആകും, അങ്ങനെ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പൊ ഈ രണ്ട് ടൈപ്പാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷത്തെ സീജിയലിന്റെ എക്സാമിൽ ചോദിച്ചത്. ഈ വട്ടം നടന്ന CSSന്റെ എക്സാമിലും ചോദിച്ചിട്ടുണ്ട്. എന്റെ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. എല്ലാ എക്സാംസിലും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാങ്ക് ഒക്കെ ആണെങ്കിൽ, ബാങ്കിന്റെ എക്സാംസ് ആണെങ്കിലും ഈ പറയുന്ന ആ ഒരു എക്സാം നടക്കുമ്പോൾ പകുതി കൂടുതൽ ഈ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആണ് എല്ലാ എക്സാമിനും ഈ ഒരു ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ് എന്ന് പറയുന്ന ഏരിയ. ഇത് കഴിഞ്ഞിട്ടേ വേറെ എന്തോ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 17 ക്വസ്റ്റൻസ് ആണ് ചോദിച്ചത്. പിന്നെ നമ്മുടെ ഇലക്ഷൻ ബേസ് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് ഇരിക്കുകയായതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കാണും. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീപ്പായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ലൈക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും ഒരു റഫ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാം. ആൻഡ് ടുവേർഡ്സ് എൻഡ് നിങ്ങൾക്ക് അല്ലാതെ എന്തെങ്കിലും ജനറൽ ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എലക്ഷൻ ബേസ്ഡ് 5 ക്വസ്റ്റൻസ് ആണ് എക്സാമിൽ ചോദിച്ചത്. നമ്മുടെ എക്സാമിനേഷൻ ബേസ് ചെയ്തുള്ള ഓൾമോസ്റ്റ് ഒരു 5 ക്വസ്റ്റൻസോളാണ് നമുക്ക് ചോദിച്ചത് അവിടെ. ആൻഡ് മിസ്ലേനിയസ് ആയിട്ട് കുറെ ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. മിസ്ലേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പെർസെന്റേജ് കൂടുന്നത് കുറയുന്നത് എന്നൊക്കെയുള്ള ചുമ്മാ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റൻസ്. നമ്മുടെ ഈ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറിന്റെ ക്വസ്റ്റൻസ് ഉണ്ട്, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ്. അങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റൻസ്. വെറുതെ പെർസെന്റേജിനെ കമ്പയർ ചെയ്യുന്ന ക്വസ്റ്റൻസ്, പെർസെന്റേജ് കമ്പാരിസന്റെ ക്വസ്റ്റൻസ്, ഇങ്ങനെയുള്ള കുറെ ഏരിയാസ് ഉണ്ട്. അങ്ങനെയുള്ള കുറെ ക്വസ്റ്റൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉറപ്പായിട്ട് ഈ ക്വസ്റ്റൻസ് എന്തായാലും നിങ്ങൾ എക്സാം എഴുതുന്ന പകുതി വർക്കും എന്തായാലും കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഏരിയ നല്ലപോലെ നോക്കുക, ഇലക്ഷനും നല്ലപോലെ നോക്കുക. ബാക്കിയുള്ള ഏരിയാസ് നിങ്ങൾക്ക് വലിയൊരു പ്രശ്നം വരുന്ന ഏരിയാസ് അല്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. ഇനി അല്ല, ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സിന്റെ ക്വസ്റ്റൻസ് ഒരുപാട് ചോദിക്കാൻ കാരണം രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, ഒരുപാട് തെറ്റിക്കാറുണ്ട്. രണ്ട്, ഒരുപാട് പേര് അതിനെ ഭയങ്കര ലെന്തി ആയിട്ടും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അത് കൂടുതൽ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സീജിയൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ്, ഒരു 40 സെക്കൻഡ്സ് എടുത്തു, ഒരു 40 to 45 സെക്കൻഡ്സ് എടുത്തു. നിങ്ങൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യാൻ ട്രൈ ചെയ്യൂ. ഈ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കിക്കേ. ഇത് ലാസ്റ്റ് സീജിയലിന്റെ ക്വസ്റ്റൻ ആണ് നമ്മുടെ. The ratio between the monthly income and expenditures of Vedic is 8:5. If his income increased by 20% and his expenditure increased by 30%, then find the percentage increase of income, percentage increase or decrease in his monthly savings. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ അധികം ചോദിച്ചിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. നമ്മുടെ ആ ഒരു ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സിൽ രണ്ട് ടൈപ്പിലെ ഒരു ടൈപ്പ്. ഇത് രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. ഒന്ന്, അവർ മണി വാല്യൂ തന്നിട്ടും ചോദിക്കാറുണ്ട്, മണി വാല്യൂ തരാതെ റേഷ്യോ തന്നും ചോദിക്കാറുണ്ട്, പെർസെന്റേജ് തന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ മണി വാല്യൂ തരുമ്പോൾ പലരും അതൊന്നും ചെയ്യാറുണ്ട്, വലിയ കുഴപ്പം തോന്നാറില്ല ആർക്കും. ലെന്തി ആണെങ്കിലും ചെയ്യാറുണ്ട്. പക്ഷേ മണി വാല്യൂ തരാതെ ചോദിക്കുമ്പോഴാണ് പലരും അത് ഭയങ്കര ലെന്തി ആയിട്ട് കൊണ്ടുപോകുന്നത്. ലൈക്ക് വളരെ ലെന്തി കാൽക്കുലേഷൻ, പലർക്കും അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാമോ? വളരെ പെട്ടെന്ന് ഒന്ന് ആൻസർ ചെയ്യൂ. 40 സെക്കൻഡ്സ്, ഒരുപാട് എടുക്കല്ല. ഓക്കെ, ഓൾമോസ്റ്റ് 40 സെക്കൻഡ്സ് കഴിഞ്ഞു. പാടെ ആൻസർ വന്നില്ല.
ശരി, ഇപ്പൊ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറയാം. ഇതേപോലത്തെ ക്വസ്റ്റൻസ് വന്നാൽ ചെയ്യാൻ ഒരുപാട് ഒരു നല്ല ലെന്തി ആയിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ലെന്തി ആയിട്ട് ചെയ്യുന്നതിന് പകരം ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഇതേപോലത്തെ ക്വസ്റ്റൻസ് വരുമ്പോൾ ചെയ്യാൻ. അതിപ്പം എങ്ങനെ തന്നാലും ഈവൻ അവർ എക്സാമിൽ ആക്ച്വലി ക്വസ്റ്റൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മണി വാല്യൂ തന്നാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ലൈക്ക് എങ്ങനെയെങ്കിലും ചെയ്യാം. പക്ഷേ റേഷ്യോയോ പെർസെന്റേജ് തരുമ്പോഴാണ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റ് ആവുന്നത്. പക്ഷെ അങ്ങനെ തരുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് നേരത്തെയും ഞാൻ എന്റെ ക്ലാസ്സസിലോ അല്ലെങ്കിൽ ലൈവ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് പ്ലസ് 1 ഇൻറ്റു ഇൻകത്തിൽ വന്ന ഇൻക്രീസിന്റെ പെർസെൻറ്റേജ് മൈനസ് എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് ഇൻറ്റു നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ വന്ന ഇൻക്രീസിന്റെ പെർസെൻറ്റേജ് ഈക്വൽ ടു സേവിങ്സിൽ വന്ന ഇൻക്രീസിന്റെ പെർസെൻറ്റേജ് എന്താണെന്ന് കിട്ടും. ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു 2 ലൈൻ പോലും വരത്തില്ല, അത്രയും പെട്ടെന്ന് ആൻസർ കിട്ടും നമുക്ക്. അപ്പോ ഈ ഒരു ഷോർട്ട് കട്ട് അറിയാവുന്ന ഒരാൾക്ക് ഇപ്പം ഞാൻ ഈ തന്ന 40 സെക്കൻഡ് പോലും വേണ്ട, അതിന്റെ പകുതി സമയം കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റിയത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആരും ആൻസർ ചെയ്തിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആർക്കും അറിയത്തില്ലായിരുന്നു ഈ ഷോർട്ട് കട്ട്. ഓക്കെ, അപ്പൊ ഈ ഷോർട്ട് കട്ട് അറിഞ്ഞിരിക്കുക. അറിയാത്തവർ ഡെഫിനറ്റ്ലി ഈ ഷോർട്ട് കട്ട് നോട്ട് ചെയ്തെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാം. ഫസ്റ്റിൽ നമുക്ക് ഒരു കാര്യം തന്നിട്ടുണ്ട്. അവർ ഇൻകവും എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ ഓൾറെഡി ഗിവൺ ആണ്. എന്താണ്? 8ഉം 5ഉം. അങ്ങനെയാണെങ്കിൽ സേവിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻകം എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും സേവിങ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂസ് എല്ലാം കൂടി ഇതിന്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ 5 ബൈ സേവിങ്സിന്റെ 3 പ്ലസ് 1. ഇൻകത്തിൽ വന്ന ഇൻക്രീസ് എന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് 20% ആണ്. സോ 20 മൈനസ് എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് എന്ന് പറഞ്ഞാൽ അഗെയിൻ 5/3 ഇൻറ്റു നമുക്ക് എക്സ്പെൻഡിച്ചറിൽ വന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് 30 ആണ്. ചോദിച്ചിരിക്കുന്നത് സേവിങ്സിൽ വന്ന ഇൻക്രീസ് കണ്ടുപിടിക്കാനാണ്. ഇനി വളരെ പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കാം. ഇത് 8/3 എന്ന് വരും. 8/3 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ നമുക്ക് 160/3 എന്ന് വരും. മൈനസ് നമുക്ക് ഇത് 3യും ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 50 എന്ന് വരും. 160/3 എന്ന് പറഞ്ഞാൽ നമുക്കിത് 15 വരും. അതെ, 160/3 എന്ന് പറയുമ്പോൾ നമുക്കിത് 53.33 എന്ന് വരും. 53.33 നിന്ന് നമ്മൾ 50 മൈനസ് ചെയ്താൽ നമുക്ക് 3.33 എന്ന് വരും. സോ 3.33% ആണ് ആൻസർ. നിങ്ങൾ കാണാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈന് രണ്ടാമത്തെ ലൈൻ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ അതിന്റെ കാൽക്കുലേഷൻ. ഫോർമുല അറിയാവുന്ന ഒരാൾ ഫോർമുല എഴുതത്തില്ല, അല്ലെങ്കിൽ ആ ഷോർട്ട് കട്ട് അറിയാവുന്ന ഷോർട്ട് കട്ട് എഴുതത്തില്ല. അങ്ങനെയാണെങ്കിൽ 3.33% നമുക്ക് വരും. സോ 3.33% കഴിഞ്ഞാൽ 1/3% ആണ്. നിങ്ങൾക്ക് അത് പ്ലസ് ആണ് കിട്ടിയത്, അതുകൊണ്ട് ഇൻക്രീസ് ആണ്. മൈനസ് ആയിരുന്നു കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഡിക്രീസ് എന്ന് പറയാമായിരുന്നു. ഇതാണ് ആൻസർ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു കഷ്ടിച്ച് ഒരു 15 സെക്കൻഡ് മാക്സിമം അത്രേ എടുക്കത്തുള്ളൂ നമുക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എടുക്കാൻ വേണ്ടി. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെ പെട്ടെന്ന് ചെയ്തത്. അപ്പൊ ഈ ഒരു ഷോർട്ട് കട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അറിയാത്തവർ ഡെഫിനറ്റ്ലി നോട്ട് ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ഷോർട്ട് കട്ട് ആണ്. ഓക്കെ, ശരി. അപ്പോ കഴിഞ്ഞ വർഷം എക്സാമിൽ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് എക്സാമിൽ ചോദിച്ച നമ്പർ ഓഫ് ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സിന്റെ ക്വസ്റ്റൻസ് 17ഓളം ക്വസ്റ്റൻസ് ആണ് ചോദിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ഈ 17ഓളം ക്വസ്റ്റ്യൻസിന്റെ അകത്ത് നമുക്ക് ഓൾമോസ്റ്റ് 17ഓളം ക്വസ്റ്റ്യന്റെ അകത്ത് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ച് മാത്രം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ഓൾമോസ്റ്റ് 10 അടുപ്പിച്ചുണ്ട്. ഓൾമോസ്റ്റ് 10. ഈ ഒരു കൺസെപ്റ്റ് മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് 10ഓളം ക്വസ്റ്റ്യൻസ് ഇത് മാത്രമായിരുന്നു. സോ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ മറന്ന പോലെ. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സിന് 2 ടൈപ്പ് ക്വസ്റ്റൻ ആണ് നമുക്ക് എക്സാമിൽ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതില് ഒരു ക്വസ്റ്റൻ നമ്മളിപ്പം കണ്ടു, അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. പിന്നെ അടുത്തൊരു ടൈപ്പ് ആണ് ഇതും നമുക്ക് ഓൾമോസ്റ്റ് ബാക്കിയുള്ള ഒരു 7 to 8 ക്വസ്റ്റൻസ് നമുക്ക് ഈ ക്വസ്റ്റൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതും വളരെ ഫ്രീക്വന്റ് ആയിട്ട് എല്ലാ എക്സാംസിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ നമുക്ക് അവിടെ പറഞ്ഞേക്കുന്നത് ഇത് പേഴ്സൺ സ്പെൻഡ് 25% ഓഫ് ഹിസ് ഇൻകം ഓൺ ഗുഡ്സ് ഓൺ ഡെയിലി യൂസസ്. Furthermore, he spends 18% of the rest on household expense. അപ്പം ബാക്കിയുള്ളതിന്റെ 18% ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. ആൻഡ് 16% of the rest on travel എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ആഫ്റ്റർ ദാറ്റ് only 861 is left with him. ആള് സേവ് ചെയ്യുന്നത് 861 rupees ആണ് ആള് സേവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആളുടെ സാലറി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റൻസ് വന്നാൽ നമ്മൾ എപ്പോഴും എടുക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ആദ്യമേ അയാളുടെ ഇൻകം എന്താന്നുള്ളത് എടുക്കുക, ഇൻറ്റു നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ 75% ചെലവാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ പേഴ്സൺ 25% ഓഫ് ഹിസ് ഇൻകം ഓൺ ഗുഡ്സ് ഓൺ ഡെയിലി യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 25 ചെലവാണെങ്കിൽ പിന്നെ ബാക്കി എത്രയേ കാണത്തുള്ളൂ? ബാക്കി പിന്നെ 75 കാണത്തുള്ളൂ. ഇപ്പൊ എന്താണോ ചെലവാകുന്നത് അത് കഴിഞ്ഞിട്ടുള്ളത് ബാക്കി എടുക്കണം. അപ്പൊ 25 ചെലവായി, അങ്ങനെയാണെങ്കിൽ 75 ബാക്കി കാണും. ഇനി അത് കഴിഞ്ഞാൽ വീണ്ടും ഇൻറ്റു ഇടുക. ഓക്കെ, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല. ഒരുപാട് പേര് ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് തെറ്റിക്കാറുണ്ട്. എങ്ങനെ തെറ്റിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെലവാകുന്നത് 25 + 18 + 16 എന്ന് പറഞ്ഞ് എടുക്കും. അപ്പം അത്
25, 35, 45, 55, 56, 59 ആണ് ചെലവാകുന്നത് എന്ന് പറഞ്ഞങ്ങ് എടുക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 51 ചെലവാകുന്നുണ്ടെങ്കിൽ 59 ചെലവാകുന്നുണ്ടെങ്കിൽ 41 ആയിരിക്കും ആ 861 എന്ന് പറയുന്നതെന്ന് പറഞ്ഞാണ് പലരും ആ ക്വസ്റ്റിനെ സോൾവ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ എടുക്കല്, അതൊരു തെറ്റായിട്ടുള്ള അപ്രോച്ച് ആണ്. അവിടെ പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ഒരു ഫ്രേസ് ഉണ്ട്, നമ്മൾ വായിക്കാനകത്ത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വിട്ടുപോകുന്ന ഒരെണ്ണം. ഓഫ് ദി റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി ഉള്ളതിന്റെ ഇത്രയും പെർസെന്റേജ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പം നമുക്ക് ഈ ഇൻകത്തിന് 25% ചെലവാക്കിയ പിന്നെ ബാക്കിയുള്ളത് എത്രയാണ്? ആ ഇൻകത്തിന്റെ 75%. അതാണ് ഈ റെസ്റ്റ് എന്ന് പറയുന്നത്. ആ റെസ്റ്റിന്റെ ആണ് എന്ത് ചെലവാക്കുന്നത്? 18% വീണ്ടും ചെലവാക്കുന്നത് റെന്റിന് വേണ്ടി. ഇപ്പൊ 18 ചെലവാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര ആയിരിക്കും ഉള്ളത്? ബാക്കി 82% ആയിരിക്കും ഉള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇൻറ്റു ഇടുക, എന്താണ് ബാക്കിയുള്ളത് അത് മൈനസ് ചെയ്ത് അങ്ങ് എടുക്കുക. വീണ്ടും ഇപ്പൊ ഇൻറ്റു ഇടുക, അടുത്ത 16% ചെലവാക്കി എന്ന് പറഞ്ഞു. 16 ചെലവാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര ആയിരിക്കും ഉള്ളത്? 84% ആയിരിക്കും ബാക്കിയുള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആളുടെ കയ്യിൽ ബാക്കി എത്ര ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. 861 റുപ്പീസ് ഉണ്ട് എന്ന് പറഞ്ഞേക്കുന്നത്. 861 റുപ്പീസ് ഉണ്ട് എന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് സോൾവ് ചെയ്ത് എടുത്താൽ മതി. നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടി? ആ ഇൻകം എത്ര ആണ് എന്നുള്ളത് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്ത് എടുത്താൽ മതി. നമുക്ക് ആൻസറിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ ഒരു സിംഗിൾ ലൈനിൽ ഇതെല്ലാം കൂടി റിലേഷൻ എടുക്കുക, അതിനുശേഷം പിന്നെ അതൊന്ന് കട്ട് ചെയ്ത് സോൾവ് ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് എത്തിക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പം 75%, അതിന്റെ 82%, അതിന്റെ 84%, അതെന്ന് പറയുന്നതാണ് 861 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഇൻകം എത്ര എന്ന് ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ ഇനി അത് സോൾവ് ചെയ്തെടുത്താൽ മതി. നമുക്ക് സോൾവ് ചെയ്തെടുക്കുമ്പോൾ ആ 1,666 2/3 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തേക്കാം. ഇൻകം ഇൻറ്റു 75% ഞാൻ 3/4 ഇൻറ്റു 82% എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ 82ന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ ഒന്നും അറിയത്തില്ല, അല്ലെങ്കിൽ 82യുടെ അടുത്തുള്ള ഒരു റഫ് ഫ്രാക്ഷൻ എടുത്ത് ചെയ്തു പോകണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം 82ന്റെ വളരെ അടുത്തുള്ള ഒരു ഫ്രാക്ഷൻ ആണ്, പെർസെന്റേജ് ആണ് 81% എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ 81% എടുത്ത് യൂസ് ചെയ്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് വേണമെങ്കിൽ വെറുതെ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, 82%ന് പകരം 81%ന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 81.81. ഓക്കെ, 81.81%ന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 9/11 ആണ്. 9/11. അപ്പം വേണമെങ്കിൽ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പൊ അടുത്തുള്ള ആൻസർ എടുത്താൽ മതി, എക്സാക്ട് ആൻസർ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. സോ 9/11 എടുത്ത് ചെയ്യണമെങ്കിൽ 9/11 എടുത്ത് ചെയ്യാം. ഇൻറ്റു അടുത്ത 84%. 84%നെ വേണമെങ്കിൽ 84ന്റെ അടുത്തുള്ളൊരു ഫ്രാക്ഷണൽ വാല്യൂ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും സോൾവ് ചെയ്യാൻ പറ്റും. 85 എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ എടുക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം അതിനെ 84 തന്നെ കീപ്പ് ചെയ്യാം, കുഴപ്പമില്ല. 84%, അപ്പോൾ 84/100 എടുത്ത് അങ്ങ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഇത് ഈക്വൽ ടു 861. ഇതിനി ഒന്ന് സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മളിതൊന്ന് ചുമ്മാ പെട്ടെന്ന് ക്യാൻസൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് 21 എന്ന് വരും. നമ്മളിത് 3 വെച്ച് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇവിടെ 7, ഇവിടെ 2, 26, നമുക്കത് 6, ദെൻ 21, നമുക്കിത് 7 എന്ന് വരും. ഓക്കെ, ഒന്ന് ജസ്റ്റ് റഫ് ആയിട്ട് ചെയ്തു പോകാം, ഒരുപാട് എക്സാക്ട്ലി നമ്മൾ ചെയ്തു പോകേണ്ട ആവശ്യമില്ല. നമുക്കിത് വീണ്ടും 3 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് 6 ആണോ? 6 അല്ലല്ലോ, 8, ഇവിടെ 8, 26, 8. ഓക്കെ, വീണ്ടും 8, 9, 10, 17. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് സെക്കൻഡ്. നമുക്കത് 3 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് 2, ദെൻ 26 എന്ന് പറയുമ്പോൾ 8, ദെൻ 21 എന്ന് പറയുമ്പോൾ 7. പിന്നെ നമുക്ക് ഫർദർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ 7 വെച്ച് ക്യാൻസൽ ചെയ്യാം. 7 വെച്ച് ക്യാൻസൽ ചെയ്ത് നമുക്ക് 41 എന്ന് വരും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 41 ഇൻറ്റു 11 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 9. ഇതൊന്ന് സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, നമുക്ക് ഇത് അപ്രോക്സിമേറ്റ്ലി നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഓൾമോസ്റ്റ് ഒരു ചുമ്മാ നിങ്ങൾ റഫായിട്ട് 30 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 30 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ആ പറഞ്ഞ 1600 അടുപ്പിച്ച് ആ ഒരു ക്വസ്റ്റിന്റെ ആൻസർ വരും. സോ റഫായിട്ട് മാത്രം ചെയ്തു പോകാം. കാൽക്കുലേഷൻ നമ്മൾ എന്താ പറയാ, ഓപ്ഷൻ ഉണ്ടായതുകൊണ്ടാണ് വളരെ അടുത്തുള്ള ഒരു ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. എക്സാക്ട് ആൻസർ കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല എക്സാംസിലൊക്കെ. ബിക്കോസ് ഇപ്പോൾ അവർ എക്സാമിൽ തരുന്ന വാല്യൂസും വളരെ റഫായിട്ടുള്ള വാല്യൂസ് ആണ് തരുന്നത്. ഓക്കെ, എസ്പെഷ്യലി നമുക്കിപ്പം കഴിഞ്ഞ ക്വസ്റ്റൻ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഈ കഴിഞ്ഞ ക്വസ്റ്റനിൽ നിങ്ങൾ ഈ 1/3% ഒക്കെ നോക്കിയേ, ആ ഒരു ഇങ്ങനെയൊക്കെയുള്ള വളരെ ചെറിയ പെർസെന്റേജ് വാല്യൂസ് ആണ് ഇപ്പൊ എക്സാമിൽ ഒരുപാട് ചോദിക്കുന്നത്. 1/3%,
ഇപ്പൊ ഇവിടെ തന്നിരുന്ന പെർസെന്റേജ് എല്ലാം തന്നെ റഫ് പെർസെന്റേജ് ആണ് തന്നിരുന്നത്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെയാണ് നമുക്ക് എക്സാമിൽ ചോദിക്കുന്നത്. പിന്നെ എക്സാമിൽ താണ്ട് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ ക്വസ്റ്റിൻ്റെ അകത്തും നമുക്ക് അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് എത്ര റഫ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് തന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ. പിന്നെ എക്സാമിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് സക്സസീവ് പെർസെന്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. നമുക്ക് ഇത് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് സക്സസീവ് പെർസെന്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പെർസെന്റേജിൽ ചോദിച്ചിട്ടുണ്ട്. പെർസെന്റേജ് നമുക്ക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 36 ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ ഏകദേശം നമുക്ക് ഈ സക്സസീവ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 4-5 ക്വസ്റ്റ്യനെങ്കിലും സക്സസീവ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ അകത്ത് ഇത് എപ്പോഴും റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കുറെ. ഓക്കെ, നമ്മുടെ മെൻസുറേഷനിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഇത് ആവശ്യം വരാറുണ്ട്. നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ചാപ്റ്ററിൽ ഇത് ഉപയോഗിക്കാൻ ആവശ്യം വരാറുണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് ഈ ഒരു സക്സസീവ് പെർസെന്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടു സക്സസീവ് ഇൻക്രിമെന്റ് ഓഫ് two successive increment of 30% each is by what person more than two successive decrement of 30% each എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അഗൈൻ സക്സസീവ് വെച്ച് 2 വട്ടം ചെയ്യേണ്ട പോലത്തെ ക്വസ്റ്റൻ ആണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 2 30% ഇൻക്രിമെന്റും എന്ന് പറയുന്നത് വാട്ട് പേഴ്സൺ മോർ ദാൻ ടു സക്സസീവ് ഡിക്രിമെന്റ് ഓഫ് 30%. 2 30%ന്റെ ഇൻക്രിമെന്റും 2 30%ന്റെ ഡിക്രിമെന്റും തമ്മിലുള്ള വ്യത്യാസം അത് കമ്പയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഡിക്രിമെന്റ് വെച്ച് കമ്പയർ ചെയ്യാൻ, എന്ന് പറഞ്ഞാൽ 30% ഡിക്രിമെന്റ് വെച്ച് കമ്പയർ ചെയ്യാനാണ് നമുക്കിവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾക്കത് എടുക്കുന്ന അറിയാമായിരിക്കും. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് A+B+AB/100 എന്നുള്ളതാണ് നമ്മുടെ ഈ സക്സസീവ് പെർസെന്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസിന്റെ ഫോർമുല എന്ന് പറയുന്നത്. A+B+AB/100 ഇതാണ് നമ്മുടെ സക്സസീവ് പെർസെന്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസിന്റെ ഫോർമുല എന്ന് പറയുന്നത്. A+B+AB/100. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ ഇൻക്രീസ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് എടുക്കുക, ആൻഡ് ഡിക്രീസ് വരുവാണെങ്കിൽ മൈനസ് എടുക്കുക. ഓക്കെ, ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ ക്വസ്റ്റൻസ് ചെയ്തങ്ങ് പോവാം. എന്നിട്ട് നിങ്ങൾ അതൊന്ന് സോൾവ് ചെയ്തെടുത്തത്. ഇപ്പൊ ഇത് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ +30 ഇൻക്രിമെന്റ് ആയതുകൊണ്ട് വീണ്ടും +30, ദെൻ +30 × 30 900, 30 × 30/100. നമുക്കത് മാക്സിമം സ്റ്റെപ്സ് ഒഴിവാക്കാൻ നോക്കുക. അപ്പൊ നമുക്ക് ഇവിടുന്ന് 30 + 30 60, 60 + 9 69 എന്ന് വരും. ഇനി ഇവിടെ ഡിക്രിമെന്റ് എടുത്താലോ, നമുക്ക് ഇവിടെ -30 -30, ദെൻ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, നമുക്ക് ഇവിടെ 30 × 30/100 എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ പറയുന്ന പോലെ തന്നെ ഇവിടുന്ന് ആ -60 വരും. അത് കൂടാതെ പക്ഷേ ഇവിടുന്ന് ഒരു +9 വരും. +9 വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഏതിലേക്ക് പോകും, 51%ലേക്ക് പോകും. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം. ഇവിടെ ഒരു 9 ഇവിടെ ഒരു 9. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 18ന്റെ വ്യത്യാസം വരുന്നുണ്ട്. അതിനെ കമ്പയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എന്ത് വെച്ചാണ്, നമ്മുടെ 51 വെച്ച് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ അതൊന്ന് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ എടുക്കാൻ ഒരു കാര്യം ചെയ്യാൻ പറ്റും. 51നെ 50 എന്ന് വിചാരിക്കുക, എന്നിട്ട് ഇതും കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ എത്ര വരും, നിങ്ങൾക്ക് 36 എന്ന് വരും. അപ്പൊ 51നെയാണ് 50 എന്ന് വിചാരിച്ചത്. അപ്പൊ 50 എന്ന് വിചാരിച്ചാൽ കുറച്ച് വിചാരിച്ചാൽ കിട്ടുന്ന ആൻസർ വലുതായിരിക്കും. അപ്പൊ ഇതിന്റെ തൊട്ട് താഴെയുള്ളതായിരിക്കും ആൻസർ. ഇതിന്റെ തൊട്ട് താഴെയുള്ള ഒരേ ഒരു ആൻസർ എക്സാമിൽ ഉണ്ടായിരുന്നുള്ളൂ, 35.29. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്നെ ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ സ്റ്റെപ്സ് മാക്സിമം ഒന്ന് കുറയ്ക്കാൻ നോക്കുക. ബിക്കോസ് ഇവിടുന്ന് ആക്ച്വലി ഈ സ്റ്റെപ്സ് കുറച്ച് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇവിടുന്ന്. എന്നാ ഇവിടെ ആ ഒരു വ്യത്യാസം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു +9 ഇവിടെ ഒരു -9ന്റെ ഡിഫറൻസേ വരത്തുള്ളൂ. സോ ടോട്ടൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ഉം 9 ഉം 18 ആയിരിക്കും. പിന്നെ ഈ താഴത്തെ 51 മാത്രം ഒന്ന് കറക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് അഗെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സക്സസീവ് പെർസെന്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, പെർസെന്റേജിന്റെ ടോപ്പിക്കിൽ ഒരുപാട് ഇതേപോലത്തെ ക്വസ്റ്റൻസ് ഉണ്ട്. ഞാൻ ഒരുപാട് ഇതിലേക്ക് പോകുന്നില്ല. അടുത്ത ഒരു ഞാൻ നേരത്തെ പറഞ്ഞ എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റൻസ്, നമുക്ക് 5 ക്വസ്റ്റൻ ആണ് എലക്ഷൻ ബേസ്ഡ് ചോദിച്ചത്. 39 ഷിഫ്റ്റിൽ 5 ഷിഫ്റ്റിൽ എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അപ്പൊ എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റിന്റെ ഒരു ക്വസ്റ്റൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അതും ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് സോൾവ് ചെയ്യാം. നമുക്ക് പറഞ്ഞേക്കുന്നത് ഇൻ ആൻ എലക്ഷൻ ബിറ്റ്വീൻ 2 കാൻഡിഡേറ്റ്സ്, in an election between ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം പറഞ്ഞേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു എലക്ഷന്റെ ക്വസ്റ്റൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് ഇൻ ആൻ എലക്ഷൻ ബിറ്റ്വീൻ 2 കാൻഡിഡേറ്റ്സ് 10% ഓഫ് ദി വോട്ടേഴ്സ് 10% ഓഫ് ദി വോട്ടേഴ്സ് കാസ്റ്റ് ദെയർ വോട്ട് ഓഫ് ദി വോട്ടേഴ്സ് ഇൻ ദ വോട്ടിംഗ് ലിസ്റ്റ് ഡിഡ് നോട്ട് കാസ്റ്റ് ദെയർ വോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വോട്ട് ചെയ്തവർ എത്ര ആയിരിക്കും, 90% ആയിരിക്കും വോട്ട് ചെയ്ത. വോട്ട് ചെയ്യാത്തത് 10% ആണ്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ വോട്ട് ചെയ്തവർ വോട്ടഡ് എന്ന് പറയുന്ന എത്ര പെർസെന്റേജ് ആയിരിക്കും? 90% ആയിരിക്കും. ഇനി അതിലും പറയുന്ന വേറെ 10% ഓഫ് വോട്ട്സ് കാസ്റ്റ് വെർ ഫൗണ്ട് ടു ബി ഇൻവാലിഡ്. അപ്പൊ അതിൽ 10% ഇൻവാലിഡും ആണ്. അങ്ങനെയാണെങ്കിൽ വാലിഡ് എന്ന് പറയുന്ന വോട്ട്സ് എത്ര ആയിരിക്കും? വോട്ടഡ് 90, അതിലെ വാലിഡ് എന്ന് പറയുന്നത് 90% ആയിരിക്കും. ഇനി ദ വിന്നിംഗ് കാൻഡിഡേറ്റ് ഗോട്ട് 56% ഓഫ് ദ ടോട്ടൽ വാലിഡ് വോട്ട്സ് ആൻഡ് വൺ ദ ഇലക്ഷൻ ബൈ എ മാർജിൻ ഓഫ് 1458 വോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് എൻറോൾഡ് ഇൻ ദി വോട്ടേഴ്സ് ലിസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ എൻറോൾ ചെയ്തിട്ടുള്ള മൊത്തം വോട്ടേഴ്സ് എത്ര ആയിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പം ജയിച്ച ആൾക്ക് വിന്നറിന് കിട്ടിയ പെർസെന്റേജ് എന്ന് പറയുന്നത് 56% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലൂസറിന് തോറ്റ ആൾക്ക് കിട്ടിയ പെർസെന്റേജ് എത്ര ആയിരിക്കും? 44% ആയിരിക്കും. ഈ മാർജിൻ എന്ന് പറഞ്ഞാൽ ജയിച്ച ആളും തോറ്റ ആളും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മാർജിൻ നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 56ഉം 44ഉം തമ്മിലുള്ള ഡിഫറൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് അത് 10%ന്റെ വ്യത്യാസമാണ് വരുന്നത്. അല്ല 10 അല്ല 12%ന്റെ വ്യത്യാസമാണ് നമുക്ക് ഇവിടെ വരുന്നത്. 12%ന്റെ ഡിഫറൻസ് ആണ് നമുക്ക് വരുന്നത്. 44, 50, 56 12%. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ചിരുന്ന മൊത്തം വോട്ടേഴ്സ് എത്ര ഉണ്ടായിരുന്നു? അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മൊത്തം വോട്ടേഴ്സ് എടുക്കുക, അതിന്റെ 90%. നമ്മൾ നേരത്തെ ആ ഒരു ഇൻകത്തിന്റെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, കൈൻഡ് ഓഫ് അതേപോലെ മൊത്തം വോട്ടേഴ്സ് എടുക്കുക, അതിന്റെ 90% ആണ് വോട്ട് ചെയ്തത്, അതിന്റെ 90% ആണ് വാലിഡ് ആയിട്ടുള്ള വോട്ടുകൾ, അതിന്റെ 12%, അതിന്റെ 12% ആണ് മാർജിന്. ആൻഡ് ആ മാർജിൻ എന്ന് പറയുന്നതാണ് എത്ര? 1458 വോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി നമുക്ക് ആ ഒരു ആൻസറിലേക്ക് എത്താൻ വേണ്ടി. സിമ്പിൾ ആയിട്ട് ഇത് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു? മൊത്തം വോട്ടേഴ്സിനെ എടുത്തു. അതിൽ ക്വസ്റ്റിൽ പറഞ്ഞിരുന്നത് 90% വോട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ വോട്ടേഴ്സിന് 90% എടുത്തു. അപ്പം വോട്ട് ചെയ്ത ആൾക്കാർ എത്രയാണെന്ന് കിട്ടും, വോട്ടഡ് എത്ര ആണെന്ന് കിട്ടും. ഇനി അതിലും വാലിഡ് വോട്ട് എന്ന് പറയുന്നത് 90%. 10% ഇൻവാലിഡ് ആണെങ്കിൽ 90% വാലിഡ് ആയിരിക്കും. അതാണ് പിന്നെ നമ്മൾ ഇൻറ്റു 90 എടുത്തത്. അപ്പൊ നമുക്ക് അവിടുന്ന് ഈ വാലിഡ് എത്ര ആണെന്ന് ഇവിടെ നമുക്ക് കിട്ടും. ഇനി അതിലും മാർജിൻ അവർ തമ്മിലുള്ള വ്യത്യാസം മാർജിൻ 12%. ഈ വാലിഡിന്റെ മാർജിനാണ് വരുന്നത്. ഇപ്പൊ മാർജിൻ എന്ന് പറയുന്നത് 1458 ആണ്. ഇനി അതൊന്നും നമ്മൾ കട്ട് ചെയ്ത് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് അങ്ങ് എടുത്തേക്കാം. അപ്പൊ ഇതിപ്പോ നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പെർസെന്റേജ് ക്യാൻസൽ, ഈ രണ്ട് സീറോസ് ക്യാൻസൽ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടുന്ന് 9 വെച്ച് ഈ ഒരു വാല്യൂനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 1 എന്നും ദെൻ 55 എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു 6 ടൈംസ് പോകും. 54 ദെൻ 18 ഒരു 2 ടൈംസ് പോകും. വീണ്ടും ഇതിനെ 9 വെച്ചൊന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 1 ടൈം പോകും. അതിനുശേഷം 72 എന്ന് പറയുമ്പോൾ 8 ടൈംസ് പോകും. ഇനി അതിനുശേഷം നമുക്ക് ഇനി ഈ വാല്യൂസിൽ നിന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 12, 18 ക്യാൻസൽ ചെയ്യണമെങ്കിൽ 2 ടൈംസും നമുക്ക് ഇത് 3 ടൈംസും വരും. ഇനി എല്ലാ സീറോസും അപ്പുറത്തോടെ കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മുടെ ഈ ടോട്ടൽ വോട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ 3, ഇവിടെ 2 എന്ന് പറഞ്ഞാൽ 3/2 ഇൻറ്റു ഇവിടെ ഒരു പെർസെൻറ്റേജ് ഉണ്ട്, ഇവിടെ ഒരു പെർസെൻറ്റേജ് ഉണ്ട്. ഈ 2% എന്ന് പറഞ്ഞാൽ 4 പൂജ്യമാണ്. അങ്ങനെയാണെങ്കിൽ 2ഉം 3യും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1.5 എന്ന് വരും. 1.5 × 4 0 എന്ന് പറഞ്ഞാൽ നമുക്കത് 15,000 വരും. നോക്കിയേ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അപ്രോച്ച്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ലൈനിൽ ആ റിലേഷൻ എല്ലാം എടുക്കുക, ഓരോന്നായിട്ട് എടുക്കാതിരിക്കുക, എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് അടുത്ത ലൈനിൽ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ലൈനിൽ മാക്സിമം 2 സ്റ്റെപ്പിന്റെ അകത്ത് നമുക്ക് ആൻസർ നമുക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. വാലിഡ് ആയിട്ടുള്ളത് 80യോ? വാലിഡ് ആവുന്ന 80 എങ്ങനെയാണ്? 10% അല്ല ഇൻവാലിഡ്. നമുക്ക് ഇവിടെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് 10% ആണ് ഇൻവാലിഡ് എന്ന്. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഇപ്പം ആരാ ഉമ്മു, ഓക്കെ, ഞാനിപ്പോ ഉമ്മോട് പറയാ കഴിഞ്ഞ ഇലക്ഷനിൽ നടന്ന സമയത്ത് 10% വോട്ട് ഇൻവാലിഡ് ആയിരുന്നു ഞാൻ ഉമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മിന് എന്തായിരിക്കും മനസ്സിലാവുന്നത്? ബാക്കി 90% ആണ് അപ്പം വാലിഡ് ആയിട്ടുള്ള വോട്ടുകൾ എന്ന് മനസ്സിലാവത്തുള്ളൂ. ബാക്കി 90% ആയിരിക്കില്ല വാലിഡ് വോട്ട് എന്ന് പറയുന്നത്. ഒരിക്കലും ഈ നേരത്തെ ഉള്ള 10ഉം ഈ 10 കൂടി ആഡ് ചെയ്തെടുക്കല്ല. നമ്മൾ നേരത്തെ ഞാൻ ആ ഒരു ഇൻകത്തിന്റെ ക്വസ്റ്റിനിൽ പറഞ്ഞില്ലായിരുന്നു ഒരിക്കലും ആ പെർസെന്റേജ് ആഡ് ചെയ്തെടുക്കല്ലെന്ന്. ഒരിക്കലും അങ്ങനെ ആഡ് ചെയ്തെടുക്കല്ല. അങ്ങനെ ആഡ് ചെയ്തെടുക്കുന്നതാണ് എക്സാമിൽ പറ്റുന്ന ഒരു വളരെ കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഒരിക്കലും ആ വാല്യൂസിനെ ആഡ് ചെയ്തെടുക്കുകയേ ചെയ്യല്ല. ഓക്കെ, ഓക്കെ. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഇവിടെ നമ്മുടെ ഇൻകത്തിന്റെ ക്വസ്റ്റ്യൻസിൽ അതേപോലെ നമ്മുടെ ഈ ഏതായിരുന്നു അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസില്ല. എനിക്ക് ഇതേപോലെ ഏതെങ്കിലും വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു കമ്പനിയിൽ 30 വയസ്സിന് മേലുള്ള വർക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു 50%. അതിലും മെയിൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് 30% അല്ല ഒരു 70%. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അത് ആഡ് ചെയ്തെടുക്കല്ല. ഈ ഇൻറ്റു 50 ഇൻറ്റു 70 എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ഒരിക്കലും നമ്മൾ അത് ആഡ് ചെയ്തെടുക്കുന്ന രീതിയിലോ മൈനസ് ചെയ്തെടുക്കുന്ന രീതിയിലോ ഒരിക്കലും ചെയ്യല്ല.
ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഇതേപോലത്തെ ക്വസ്റ്റൻസിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്ക് അതുകൂടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ഇതേപോലെ ഇങ്ങനെയാണ് പെർസെന്റേജിന്റെ ക്വസ്റ്റൻസ് വരുന്നത്. ഞാൻ ഇപ്പം കഴിഞ്ഞ സീസണിൽ നടന്ന ഒരു 4 ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിരുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റൻസിനൊക്കെ തന്നെ ഈ ക്വസ്റ്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതുവരെ നിങ്ങൾ നോക്കിയിട്ടില്ലാത്ത ഒരു ഏരിയ ആണെങ്കിൽ ഉറപ്പായിട്ടും നോക്കിയേക്കണം. നിങ്ങളുടെ എക്സാമിൽ നല്ലപോലെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. ഈ ടേബിളിൽ ഒരു വാല്യൂ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിൽ ഒരു വാല്യൂ ഞാൻ ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ വട്ടത്തെ സീജന്റെ 39 ഷിഫ്റ്റിൽ ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ നോക്കിയ ക്വസ്റ്റ്യൻസിന്റെ അകത്ത് നോക്കിയപ്പം എനിക്ക് 5 ക്വസ്റ്റ്യൻത്തോളം എനിക്ക് ഈ ഒരു വാല്യൂ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റി. എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്ന കുറെ പെർസെന്റേജ് ഉണ്ട്. നിങ്ങൾക്കറിയാം 16.6, 20, 12.5 അതെല്ലാം വിട്ട് വളരെ ഒട്ടും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഒട്ടും നമ്മൾ വലുതായിട്ട് യൂസ് ചെയ്യാത്ത ഒരു പെർസെന്റേജ്, ഈ ഒരു പെർസെന്റേജ് വളരെയധികം എക്സാമിൽ റിപ്പീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം സീജണിന്റെ 39 ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 40 ഷിഫ്റ്റ് 25 ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ 2000 ക്വസ്റ്റൻ ഉണ്ട്. എനിക്ക് 2000 ക്വസ്റ്റൻ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ അത്യാവശ്യം ഒരു അതിന്റെ പകുതി ഏകദേശം റഫ്ലി പകുതി ക്വസ്റ്റനെങ്കിലും ഞാൻ അറ്റ്ലീസ്റ്റ് വായിച്ചെങ്കിലും കുറച്ചെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഒരു എന്താ പറയുക, ഒരു അത്യാവശ്യം നമ്പർ ഓഫ് ക്വസ്റ്റൻസിലും ഈ ഒരു പെർസെന്റേജ് വളരെയധികം റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാമിൽ പോകുമ്പോൾ അതുകൊണ്ട് ഞാൻ ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു. നിങ്ങൾ എക്സാമിൽ പോകുമ്പോഴേ നമ്മൾ സാധാരണ എപ്പോഴും പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പഠിക്കുന്ന ഇവിടെ വരെ ആയിരിക്കും സാധാരണ പഠിക്കുന്ന പെർസെന്റേജ് വാല്യൂസ് പഠിക്കുന്നത്. ഇതിന്റെ അടിയിലോട്ടുള്ള പെർസെന്റേജ് ഇല്ല, അറ്റ്ലീസ്റ്റ് ഇവിടെ വരെയെങ്കിലും നിങ്ങൾ അത് നല്ലപോലെ ഒന്ന് നോക്കിയേക്കണേ. എന്നുണ്ടാ കഴിഞ്ഞ എക്സാമിന് അവർ ഈ വാല്യൂ ആണ് പിക്ക് ചെയ്തത്, സ്പെഷ്യൽ വാല്യൂ ആയിട്ട് പിക്ക് ചെയ്തെങ്കിൽ ഈ വർഷം അവർക്ക് ഇതിലെ ഏതെങ്കിലും ഒരു വാല്യൂ വീണ്ടും പിക്ക് ചെയ്യാം. അവർക്ക് വേണമെങ്കിൽ ഈ 1/18 പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ 1/17 പിക്ക് ചെയ്യാം. ആൻഡ് ഇതേ വാല്യൂവിനെ പല പല രീതിയിലാണ് അവർ തന്നിരുന്നത്. ഓക്കെ, ഇതേ വാല്യൂവിനെ അവർക്ക് ഇങ്ങനെ തരാം, 5/19. ചില ഷിഫ്റ്റുകളിൽ ആ ക്വസ്റ്റൻ വാല്യൂ തന്നിരുന്നത് ഇങ്ങനെയാണ് തന്നിരുന്നത്, 5/19. ഓക്കെ, അങ്ങനെ മാറ്റിയായിരിക്കും വാല്യൂ തരുന്നത്. അത് നിങ്ങൾ മനസ്സിലായിക്കോണം. ഓക്കെ, ഒരേ വാല്യൂവിനെയാണ് അവർ മാറ്റി പല ഷിഫ്റ്റുകളിൽ ചോദിക്കുന്നത്. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഞാനിപ്പോൾ ആ വാല്യൂ ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. അപ്പൊ ഈ വർഷം ഈ വാല്യൂ റിപ്പീറ്റ് ആവാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ വർഷം അവർ ഇതിലെ ഏതെങ്കിലും ഒരു വാല്യൂവിനെ പിക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. ഓക്കെ, ഈ വർഷം നമുക്ക് ഈ 2 വാല്യൂസിന് അല്ലെങ്കിൽ ഈ ഒരു വാല്യൂവിനെ കൂടുതൽ ഉപയോഗിക്കാം പുതിയൊരു വാല്യൂ ആയിട്ട് എന്നൊരു രീതിയിൽ. ഓക്കെ, സോ ഉറപ്പായിട്ടും നോക്കിയിട്ട് പോകാം. ഞാൻ നിങ്ങൾക്ക് അത്രയും എന്താ പറയുക പിക്ക് ചെയ്താണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കറിയാം ചുമ്മാ ഈ ടേബിൾ പഠിച്ചു വെച്ചേക്കുന്നല്ല പറയുന്നത്. ഓക്കെ, ഞാൻ ഈ വാല്യൂ ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചത്, സോ അതേപോലെ അടുത്ത വർഷം ഈ വർഷം അത് ചെയ്യാം എന്നുള്ള രീതിയിൽ അത്രയും പിക്ക് ചെയ്താണ് പറയുന്നത് ടു ദി ഫാക്ട് എന്നൊരു ആംഗിളിൽ. സോ ഡെഫിനറ്റ്ലി നോക്കിയിട്ട് പോവാം. ഓക്കെ, എസ്പെഷ്യലി എനിക്ക് നല്ല സംശയമുള്ള വാല്യൂസ് ഇത് അല്ലെങ്കിലും ചോദിക്കാറുണ്ട്. ഈ 1/16 അല്ലെങ്കിലും നല്ലപോലെ ചോദിക്കാറുണ്ട്. നിങ്ങൾ ഈ 2 വാല്യൂസും അതുപോലെ തന്നെ ഈ 4 വാല്യൂസും ഇത് ഇത്രയും നല്ലപോലെ നോക്കിയേക്കണം. ഈ 6 എണ്ണത്തിൽ നിന്ന് നല്ലപോലെ വരാൻ സാധ്യതയുണ്ട്. ബാക്കി 1/20 ഒക്കെ എപ്പോഴും വരുന്ന വാല്യൂസ് ആണ്. ഇങ്ങോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്, എന്നാലും നമുക്ക് അത് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങോട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്. നിങ്ങൾ എന്തായാലും ഈ 6 എണ്ണം ഈ 1/12, 13, 14, 15 പിന്നെ ഈ 15ന്റെ കാര്യം പറയണ്ട. 15 എപ്പോഴും ചോദിക്കുന്ന വാല്യൂ ആണ്. ഇത് ഇവിടുന്ന് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു വാല്യൂ ഇതാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാല്യൂ ആണ്. അറ്റ്ലീസ്റ്റ് ഐ ഹോപ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വാല്യൂ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു വാല്യൂ. ഈ വാല്യൂനെ ഒരു എപ്പോഴും 2/3% ചോദിക്കാറുണ്ട്, 20/3% ചോദിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവര് ഒരേപോലെ ചോദിക്കത്തില്ല, മാറ്റിയായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ വേറെ ഫോംസ് എന്തൊക്കെയാണെന്നുള്ളതും നോക്കി വെച്ചേക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ടേബിൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഇല്ലെങ്കിൽ. ഞാൻ ഈ മാർക്ക് ചെയ്തത് നോക്കിയിട്ടേ പോകാവൂ. ഓക്കെ, നോക്കിയിട്ടേ പോകാവൂ, ഉറപ്പായിട്ട് നോക്കിയിട്ടേ പോകാവൂ. ശരി, ഇത് കഴിഞ്ഞ അടുത്ത ഒരു നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് ചോദിക്കുന്ന നമ്പർ ഓഫ് ക്വസ്റ്റൻസിനേക്കാളും നിങ്ങൾക്കറിയാം ഈ റേഷ്യോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററിലും ചോദിക്കാറുണ്ട്. ഈ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിലും ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ചോദിക്കുന്ന ക്വസ്റ്റൻസിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് ഈ പറയുന്ന പോലെ ടോപ്പിക്കിന്റെ കൺസെപ്റ്റ് നല്ല ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 27 ക്വസ്റ്റൻ ആയിരുന്നു 39 ഷിഫ്റ്റിലായിട്ട് ചോദിച്ചിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റനും ചോദിച്ചിരുന്നത് 2 വർഷം മുമ്പ് ഒട്ടും ചോദിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രപ്പോർഷൻ, തേർഡ് പ്രപ്പോർഷൻ കണ്ടുപിടിക്കുക, മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കുക, ഫോർത്ത് പ്രപ്പോർഷൻ കണ്ടുപിടിക്കുക, ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് സാധാരണ നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ റേഷ്യോസ്, ബോയ്സ് ഇത്രയും പെർസെന്റേജ് കൂടി, ഗേൾസ് ഇത്രയും പെർസെന്റേജ് കൂടി, സീറ്റ് ഇത്രയും പെർസെന്റേജ് കൂടി, വർക്കേഴ്സ് ഇത്രയും പെർസെന്റേജ് കൂടി, അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ്, അതൊക്കെയാണ് നമുക്ക് കൂടുതൽ ചോദിക്കുന്നത്. പിന്നെ മിസ്ലേനിയസ് ആയിട്ടുള്ള ഞാൻ ഇപ്പം പറഞ്ഞ പോലത്തെ കുറെ എന്ത് വേണമെങ്കിലും നമുക്ക് റേഷ്യോ ആംഗിളിൽ ചോദിക്കാൻ പറ്റും. റെക്ടാംഗിളുടെ സൈഡ് കൂടി, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ചോദിച്ചിട്ടുള്ള ഒരു ഫ്രീക്വൻസി. ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക, അതിന്റെ ഒരു ഫ്രീക്വൻസി ഇമ്പോർട്ടൻസ് അറിഞ്ഞിരിക്കുക. ഇനി ഇതിന്റെ 1-2 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇതിന്റെ 1-2 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പറഞ്ഞു പോവാണെങ്കിൽ ഒന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമ്പിൾ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ, ഇഫ് ദി 4 നമ്പേഴ്സ് 39, 117, 17 ആൻഡ് y ആർ ഇൻ പ്രപ്പോർഷൻ ദെൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് y. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അവർ ആക്ച്വലി അത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ 4 വാല്യൂസ് ഇൻ പ്രപ്പോർഷൻ ആണെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ അവർ ഉദ്ദേശിക്കുന്നത് 39
117 പ്രപ്പോർഷണൽ ടു 17:y. ഇങ്ങനെയാണ് അവർ ആ ഒരു വാല്യൂവിനെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് അവർ അതിനെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇത് സോൾവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, പിന്നെ ഒരുപാട് പേർക്ക് ഒരു ഹാബിറ്റ് ഉണ്ട്, ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇതിനെ A/B എന്നാക്കും, ഇതിനെ C/D എന്നാക്കും, പിന്നെ അതിനെ ക്രോസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് സമയം ഒരുപാട് കളഞ്ഞ് അവർ സോൾവ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കല്ല. നിങ്ങൾ ഇത് പെട്ടെന്ന് എടുക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തതും അവസാനത്തും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ ഒരു ആംഗിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ 117 × 17 അതിൻ്റെ അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. വലിയ വാല്യൂസ് ആണെങ്കിൽ അതിനെ അങ്ങനെ തന്നെ വെക്കുക. ആൻഡ് 39 × y. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പൊ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ആൻസർ വരും. നമുക്ക് 9 × 3 ആണ് 27 എന്ന് പറയുന്നത്. അപ്പൊ അവസാനം 7ഉം 9ഉം അങ്ങനെയാണെങ്കിൽ 3 ടൈംസ് പോകും. ഇപ്പോൾ 3 × 17 നമുക്ക് അത് എത്ര വരും? 51 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആ വൈയുടെ വാല്യൂ 51 ആണ്. നമ്മൾ ആ A/B, C/D പിന്നെ ക്രോസ് ചെയ്ത് പിന്നെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. ഓക്കെ, വളരെ പെട്ടെന്ന് ഇതേപോലെ തന്നെ വെച്ചോണ്ട് തന്നെ ക്രോസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ തന്നെ വെച്ചോണ്ട് ക്രോസ് ചെയ്യുക. ബിക്കോസ് എപ്പോഴെങ്കിലും 4 വാല്യൂസ് പ്രപ്പോർഷണൽ ആണെങ്കിൽ, ഓക്കെ, A:B പ്രപ്പോർഷണൽ ടു C:D ആണെങ്കിൽ അതിന്റെ അവസാനത്തെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണോ വരുന്നത് അത് തന്നെ വരും. നടുക്കുള്ള രണ്ട് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ദർ എക്സ്ട്രീംസ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദർ മീൻ വാല്യൂ എന്ന് പറയാറുണ്ട്. A:D എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും C:B അല്ലെങ്കിൽ B:C. സോ നമ്മൾ ഇങ്ങനെയൊക്കെ ബൈ എന്ന് എഴുതി ക്രോസ് ചെയ്യാൻ നിൽക്കാതെ നമ്മൾ ഈ ഒരു രീതിയിൽ അങ്ങ് ചെയ്തു പോകണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മറന്നുപോലെ ഇതൊക്കെ ചെറിയ കാര്യങ്ങൾ, പക്ഷെ ഇതൊക്കെയാണ് നമ്മുടെ എക്സാമിൽ ഒരുപാട് നമുക്ക് ടൈം സേവ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഈ പറയുന്ന ഫോർത്ത് പ്രപ്പോർഷന്റെ ക്വസ്റ്റ്യൻ. ഇനി മീൻ പ്രപ്പോർഷന്റെ ക്വസ്റ്റ്യൻ ഒരുപാട് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. മീൻ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. മീൻ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ A:B പ്രപ്പോർഷണൽ ടു B:C എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിനെയാണ് മീൻ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ മീൻ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ അതിനെയും പെട്ടെന്ന് എടുക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ അവസാനത്തെ നടുക്കത്തോടെ എടുക്കുമ്പോൾ നമുക്ക് B² ഈക്വൽ ടു ഇവിടെ D വേണ്ട, ഇവിടെ C. നമുക്ക് B² ഈക്വൽ ടു AC എന്ന് വരും. അങ്ങനെയെങ്കിൽ നമ്മൾ B കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തന്നേക്കുന്ന രണ്ട് വാല്യൂ കൂടി റൂട്ടിന്റെ അടിയിലിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ആൻസർ വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ √7 × 112. ഈ 112 എന്ന് പറഞ്ഞാൽ നമ്മുടെ 7 × 4 ആണ്. അല്ല, 7 × 4 അല്ലോ, 7 × 16. 7 × 16 ആണ് നമ്മുടെ ഈ 112 എന്ന് പറയുന്നത്. 7 6 42. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ റൂട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 7, ഇവിടെ ഒരു 7, അങ്ങനെയാണെങ്കിൽ റൂട്ട് എടുക്കുമ്പോൾ ഒരു 7. 16ന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ആൻഡ് 4 × 7 28 ആണ് ആൻസർ. വീണ്ടും പറയുവാണ് ഈ രണ്ടെണ്ണം. ഈ രണ്ടെണ്ണം മാത്രമല്ല, പിന്നെ ഒരു തേർഡ് പ്രൊപ്പോർഷൻ വേറെ ഒന്നുമല്ല. ഇവിടെ ഇപ്പം നാലാമത്തത് മിസ്സിംഗ് ആയ പോലെ ഇവിടുത്തെ മൂന്നാമത്തെ മിസ്സിംഗ് ആക്കി തരാറുണ്ട്. ഓക്കെ, അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കഴിഞ്ഞ വർഷം റേഷ്യോയിൽ പകുതിത്തോളം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെയും സീജനിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറേ ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് 2022 തൊട്ട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. എനിക്ക് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ശരി, പിന്നെ നമുക്ക് കോയിൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇനി ഒരുപാട് സമയം കളയുന്നില്ല ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത്. ബിക്കോസ് നമുക്ക് ഓൾമോസ്റ്റ് 8:15 കഴിയാനായി. ഞാൻ ഇനി അങ്ങോട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഒരുപാട് സമയം കളയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. ബിക്കോസ് ഞാൻ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ചെയ്ത് നോക്കാനും എളുപ്പമായിരിക്കും. കോയിൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കോയിൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിലേഷൻ അറിയായിരിക്കും. ഡിനോമിനേഷൻ ഇൻറ്റു നമ്പർ ഓഫ് കോയിൻസ് എന്ന് പറയുന്നതാണ്. ഞാൻ ഫുള്ള് സോൾവ് ചെയ്യുന്നില്ല, ജസ്റ്റ് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ഷെയർ ചെയ്ത് പോകാം. സമയം കളയേണ്ടത് നമുക്ക്. നിങ്ങൾക്ക് പിന്നെ ചെയ്ത് നോക്കിയാൽ മതി, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ആൻസേഴ്സ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഡിനോമിനേഷൻ ഇൻറ്റു നമ്പർ ഓഫ് കോയിൻസ് എന്ന് പറയുന്നതാണ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് ഒരുപാട് പേരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഡിനോമിനേഷൻ എപ്പോഴും പൈസയിലായിരിക്കും തരുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും 50 പൈസ, 25 പൈസ, 20 പൈസ എന്നൊക്കെയാണ് തന്നേക്കുന്നത്. അപ്പോൾ ഒരിക്കലും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ പൈസ വെച്ചുകൊണ്ട് സോൾവ് ചെയ്യല്ല. ഓക്കെ, എപ്പോഴും അതിനെ റുപ്പീസിലേക്ക് മാറ്റുക. റുപ്പീസിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ ഡെസിമൽ ആക്കല്. ഇപ്പൊ 1/2 റുപ്പീസ്, 25 പൈസ എന്ന് പറഞ്ഞാൽ 1/4 റുപ്പീസ്, 20 പൈസ എന്ന് പറഞ്ഞാൽ 1/5 റുപ്പീസ്, ഇങ്ങനെ മാറ്റുക. ഓക്കെ, എന്നിട്ട് മാത്രം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ആൻഡ് 20 പൈസ കോയിൻസ് ഇൻ ദ റേഷ്യോ 2:3:5. അപ്പൊ നമ്പർ ഓഫ് കോയിൻസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് കോയിൻസിന്റെ റേഷ്യോ തന്നേക്കുന്നത് 2:3:5 എന്നാണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്നത് നമുക്കറിയാം ഡിനോമിനേഷൻ ഇൻറ്റു നമ്പർ ഓഫ് കോയിൻസ് എന്ന് പറയുന്നതാണ് എമൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1/2 × 2 എത്ര വരും? 1 എന്ന് തന്നെ വരും. 1/4 × 3 എത്ര വരും? നമുക്കത് 3/4 എന്ന് വരും. 1/5 × 5 എത്ര വരും? അതും 1 എന്നായിരിക്കും നമുക്ക് വരുന്നത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ദ ഡിഫറൻസ് ദ
ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട് ദാറ്റ് ആർ കോൺട്രിബ്യൂട്ടഡ് ബൈ 50 പൈസ ആൻഡ് 20 പൈസ ആണ് ചോദിച്ചിരിക്കുന്നത്. പൈസയുടെ റുപ്പീസിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ തമ്മിൽ? 50 പൈസയും 20 പൈസയും തമ്മിൽ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്ത് ചെയ്യുക? റേഷ്യോ ബാലൻസ് ചെയ്യാനൊക്കെ നോക്കും. ഓക്കെ, ബാലൻസ് ചെയ്യാനൊന്നും നിൽക്കില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്ന 50 പൈസയും 20 പൈസയും തമ്മിലുള്ള റുപ്പീസിന്റെ ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റുപ്പീസിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ രണ്ട് റേഷ്യോ ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയാൽ പറയാം. എന്നിട്ട് കമ്പയർ ചെയ്താൽ പോരെ. ഈ 1 1 കൂടി മൈനസ് ചെയ്ത് എന്ത് വരും? 0 വരും. അങ്ങനെയാണെങ്കിൽ റുപ്പീസിന്റെ ഡിഫറൻസ് എന്ത് തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. നോക്കിയേ എത്ര പെട്ടെന്ന് ആൻസർ വരുന്നതെന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻസിനെ റൈറ്റ് ആയിട്ടുള്ള മെത്തേഡ് വഴി അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ ആ ഒരു അപ്രോച്ച് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ അതിനെ ലെന്തി ആക്കൽ ആവശ്യമില്ലാതെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്പർ ഓഫ് കോയിൻസിന്റെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അപ്രോച്ച് ചെയ്യേണ്ടത്. അതല്ല പിന്നെയും നമുക്കിത് ഈ റേഷ്യോസിന് നല്ലപോലെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ പറയുന്ന റേഷ്യോസിനെ ബാലൻസ് ചെയ്യാൻ നിന്നാൽ മതി. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ₹550 തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെ യൂസ് ചെയ്തോ? നമ്മൾ അതിനെ യൂസ് ചെയ്തതേ ഇല്ല. നമ്മളത് എടുത്തത് പോലും ഇല്ല, എടുത്ത് എഴുതിയത് പോലും ഇല്ല. ഓക്കെ, എക്സാമിലും അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക? എടുത്ത് സമയം കളയുകയും അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. ഇതേപോലെ തന്നെ ആവശ്യമുള്ളത് മാത്രം പിക്ക് ചെയ്ത് അത് മാത്രം സോൾവ് ചെയ്ത് ആൻസർ എടുക്കാൻ നോക്കുക. ഓക്കെ, നോക്കി എത്ര പെട്ടെന്ന് ആൻസർ വന്നു നോക്കിക്ക്. ശരി, ഇപ്പൊ ഞാൻ അടുത്ത നമുക്ക് ഇനി വളരെ എക്സാമിൽ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത്. ഒരു പെർസെന്റേജ് ഇൻക്രീസ് ആവുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ക്വസ്റ്റൻസ്. അപ്പൊ ഞാൻ ഇനി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് അത് ചെയ്ത് നോക്കിയാൽ മതി. ആൻസറും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെയും പറഞ്ഞേക്കുന്ന മാത്സും നമ്മുടെ ഇംഗ്ലീഷും ഈ പറഞ്ഞ കെമിസ്ട്രിയുടെയും ഓൾറെഡി റേഷ്യോ തന്നിട്ടുണ്ട്. റേഷ്യോ തന്നേക്കുന്ന 6:4:7 ആണ്. ആൻഡ് ഇതെല്ലാം എത്ര പെർസെന്റേജ് ആണ് കൂടുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് 20% ആണ് കൂടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 40% ആണ് കൂടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 60% ആണ് കൂടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതെല്ലാം ഇൻക്രീസ് ആവുന്ന വാല്യൂ എടുത്തിട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആ വാല്യൂസ് കുറച്ച് റഫ് ആയിരിക്കും ഇവിടെ. സോ നിങ്ങൾ അതൊന്ന് ബാലൻസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷെ അതിനെ അല്ലാത്ത രീതിയിൽ ചെയ്യാതിരിക്കാൻ നോക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും സെഡ് ഒക്കെ എടുത്ത് ഒരുപാട് പേര് ചെയ്യാറുണ്ട്. സോ ആ രീതിയിലേക്ക് ചെയ്യാതിരിക്കാൻ നോക്കുക. ജസ്റ്റ് ഇതിനെ ഇങ്ങനെ തന്നെ വെച്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പൊ 20% 6ന്റെ 20% ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 6ന്റെ 20% എന്ന് പറയുന്നത് 1.2 ആണ്. ഓക്കെ, അപ്പൊ 1.2 ഇൻക്രീസ് അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന 7.2/10 7.2 എന്ന് വരും. അല്ലെങ്കിൽ ഓക്കെ 7.2 എന്ന് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ 72/10 എന്ന് എടുത്തിട്ട് പിന്നെ കട്ട് ചെയ്ത് സിമ്പിൾ ആക്കാം. ഇനി 4%ന്റെ 40 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് 4ന്റെ 40 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 1.6 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അത് 5.6 എന്ന് വരും. ഓക്കെ, അതേപോലെ 7ന്റെ 60% എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് 6 × 7 42 4.2. അപ്പം അങ്ങനെയാണെങ്കിൽ 11.2 എന്ന് വരും. ഇനി ഈ ഡെസിമൽ എല്ലാം ഒന്ന് മാറ്റിയെടുത്താൽ മതി നമുക്ക് ഈ പറഞ്ഞ ആൻസറിലേക്ക് എത്താൻ വേണ്ടി. ഓക്കെ, സോ ഈ രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ 72 56 112 എന്ന് എടുത്തിട്ട് ഒന്ന് ക്യാൻസൽ ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് ഈ പറഞ്ഞ ആൻസറിലേക്ക് എത്താൻ വേണ്ടി. ഓക്കെ, സോ ഈ രീതിയിലാണ് നിങ്ങൾക്ക് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇത് തന്നെ ഇപ്പൊ ഞാൻ 8 വെച്ചും കട്ട് ചെയ്യാം. 8 വെച്ച് കട്ട് ചെയ്താൽ 9 എന്ന് വരും. ഇത് 7 എന്ന് വരും. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 14 എന്ന് വരും. കഴിഞ്ഞു. അതുകൊണ്ട് ഇത് ആൻസർ. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ മാത്രം അപ്രോച്ച് ചെയ്യുക ക്വസ്റ്റൻസിനെ. എക്സ് വൈ സെഡ് ഒക്കെ എടുത്ത് ലെന്തി ആക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ഈ ക്വസ്റ്റൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ സിജികളിലും ചോദിക്കുന്ന ഒരു പോലത്തെ ക്വസ്റ്റൻ. ഒരു ക്വസ്റ്റിന്റെ കഥ ചെറുതായിട്ടൊന്ന് മാറ്റും. ഏതെങ്കിലും മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ആർട്സിന്റെ സീറ്റ് കൂടി, അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെത്തും കൂടി, അല്ലെങ്കിൽ മാർക്ക് കൂടി, ഇപ്പൊ ഈ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സീറ്റ് കൂടി, ഇങ്ങനെ പല പല ക്വസ്റ്റൻസ് ആണ് പറയുന്നത്. ഒരേ കഥയായിരിക്കും, ഒരേ ഡിഫറെന്റ് കഥയായിരിക്കും. സാധനം ഒരേ കാര്യം, ഒരേ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആയിരിക്കും. ശരി, അപ്പൊ ഞാൻ ഇനി ഒരുപാട് ക്വസ്റ്റൻസിലേക്ക് പോകുന്നില്ല കേട്ടോ. ബിക്കോസ് നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഇനി ഒരു ഹെഡിങ് വെച്ച് ഇതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്, അതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. മോർ ദാൻ 50% ഓഫ് ദ ക്വസ്റ്റൻസും ചോദിച്ചേക്കുന്നത് നമ്മുടെ ഡിസ്കൗണ്ട് ആൻഡ് മാർക്ക് പ്രൈസിന്റെ ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്കൗണ്ട് ആൻഡ് മാർക്ക് പ്രൈസ്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഈ ഒരു ഏരിയ ആണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഡിസ്കൗണ്ട് ആൻഡ് മാർക്ക് പ്രൈസിന്റെ ക്വസ്റ്റൻ ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും ചില ക്വസ്റ്റൻസിൽ നമുക്ക് ഈ നമ്മുടെ നമ്മുടെ പ്രോഫിറ്റ് നമ്മുടെ ഒരു സാധനത്തിന്റെ വില ഇരട്ടിയാക്കുമ്പോൾ, സെല്ലിംഗ് പ്രൈസ് ഡബിൾ ആക്കുമ്പോൾ, നമ്മുടെ SP ഡബിൾ ആക്കുമ്പോൾ, അല്ലെങ്കിൽ ഹാഫ് ആക്കുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് 4 ടൈംസ് ആയി, നമ്മുടെ പ്രോഫിറ്റ് ട്വൈസ് ആയി, ഇങ്ങനെയൊക്കെ പറയുന്ന ചില ക്വസ്റ്റൻസ് ഇല്ലേ, അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. സോ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് അത്യാവശ്യം നല്ലപോലെ നോക്കിയിട്ട് പോവുക. അതും വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ നമ്മുടെ സക്സസീവ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻസ് ഉണ്ട്, അത് നല്ലപോലെ നോക്കിയിട്ട് പോവാം. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. 77 ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിലും 2 ക്വസ്റ്റൻ അടുപ്പിച്ച് വെച്ച് ചോദിച്ചിട്ടുണ്ട്. റയർ ഷിഫ്റ്റുകളിലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. മിക്കവാറും ഷിഫ്റ്റുകളിൽ 2 ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് നല്ലപോലെ നോക്കുക. എസ്പെഷ്യലി ഈ ഒരു ഏരിയ നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. 2 ക്വസ്റ്റ്യൻ വരുവാണെങ്കിലും അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും മിക്കവാറും. അപ്പൊ ഇവിടുന്ന് നമുക്ക് എല്ലാ വർഷവും ഇപ്പം വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന പിന്നെ ഡിസോണസ്റ്റ് സെല്ലർ. ഡിസോണസ്റ്റ് സെല്ലർ എന്ന് പറഞ്ഞ ആ ഒരു ടൈപ്പ് അത്യാവശ്യം ചോദിച്ചിട്ടുണ്ട്.
ഇതിപ്പം ഡിസോണർ സെല്ലറിന്റെ ഒരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു, അത് നിങ്ങൾ പിന്നെ സമയം ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഷോപ്പിഫൈ യൂസസ് 940 gram weight in place of 1 kg. He sell it at 4% profit. What will be his actual profit percentage എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ആള് 100 രൂപയുടെ സാധനത്തിനെ വിൽക്കുന്നത് 104 രൂപയ്ക്കാണ് ആള് വിൽക്കുന്നത്. ആള് 100 രൂപ ചെലവാക്കിയിട്ട് ആള് 4% പ്രോഫിറ്റിലാണ് വിൽക്കുന്നതെങ്കിൽ 104 ആള് വിൽക്കുന്നത്. അതേപോലെ ഒരാൾ 1000 1 കിലോ ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ എത്രയേ കൊടുക്കത്തുള്ളൂ? 940 കൊടുക്കത്തേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്ത് സോൾവ് ചെയ്തെടുത്താൽ ആദ്യം നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. അപ്പൊ ഇത് എടുക്കുന്ന ഈ ഒരു രീതിക്കാണ് എടുക്കുന്നത്. ആള് 100 ചെലവാക്കി എന്നിട്ട് 104 വിൽക്കുന്നത്. 4% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 104. പിന്നെ ആള് 1000 ചോദിച്ചുകൊണ്ട് വന്നു, അല്ലെങ്കിൽ 1000 ഉണ്ടെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. പക്ഷെ എത്രയേ കൊടുക്കത്തുള്ളൂ? 940 കൊടുക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് അതിനെ എടുക്കുന്നത്. ഇത് ഇനി ഒന്ന് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സോൾവ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നിന്ന് ഇപ്പൊ ഈ 100 വേണ്ടത് ഞാൻ ഒന്ന് പെട്ടെന്ന് ചെയ്ത് കാണിക്കാം. 100 വേണ്ടത് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 94 104 വരും. ഞാൻ അതിനെ ഒന്ന് 2 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എനിക്കിത് 4 47 ഇതെനിക്ക് 52 വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 47:52 എന്നാണ് വരുന്നത്. അപ്പം എനിക്ക് ഇത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഒന്ന് റഫ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ഗ്യാപ്പ് 5 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻസർ എടുക്കാൻ വേണ്ടി 5/CP എന്ന് പറയുന്നത് എത്രയാണ്? 47 × 100. അപ്പൊ ആ 47 50 എന്ന് വിചാരിച്ചാൽ നമുക്ക് എത്ര ആൻസർ വരും? 10% എബവ് വരും ആൻസർ. പക്ഷെ ഓപ്ഷനിൽ 10% റേഞ്ചിൽ 3 ആൻസർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒന്ന് സോൾവ് ചെയ്ത് നോക്കണം. എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ അല്ല, പിന്നെ സെക്കൻഡ് ആണോ തേർഡ് ആണോ ഫോർത്ത് ആണെന്നുള്ളത് അറിയാൻ വേണ്ടി കുറച്ചുകൂടി ഒന്ന് കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൂടി നോക്കി കഴിഞ്ഞാൽ ആൻസർ എടുക്കാൻ പറ്റും. അതും പെട്ടെന്ന് നോക്കുന്ന ഒരു രീതിയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ഇതിപ്പോ 50 എടുത്താലേ എനിക്ക് എൻ്റെ അകത്ത് എത്ര വട്ടം പോകുന്നുണ്ട്? 10 വട്ടം പോകുന്നുണ്ട്. പക്ഷെ 50 അല്ലല്ലോ, 3 നമുക്ക് 47 അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എക്സ്ട്രാ വരുന്നുണ്ട് ശരിക്കും. അങ്ങനെയാണെങ്കിൽ ആ 3 എന്ന് പറയുന്നതിനെ നമ്മൾ 30 എന്ന് പറഞ്ഞാൽ ഇനി ഡെസിമൽ വരും. പിന്നെ ഡെസിമൽ വരുവാണെങ്കിൽ 10 പോയിന്റ്. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്നത് നമ്മളിപ്പം 50 എടുത്തിട്ടാണ് 10 വന്നത്. പക്ഷെ 50 ഇല്ല, 50-നേക്കാളും എത്ര കുറവുണ്ട്? 3 കുറവുണ്ട്. നമുക്കിനി 3 എന്ന് പറഞ്ഞാൽ 5 3 പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 3-നെ 30 എടുക്കുകയാണെങ്കിൽ 30-ന്റെ അകത്ത് 5 എത്ര വട്ടം പോകും? 6 വട്ടം പോകും. അങ്ങനെയാണെങ്കിൽ 10.6. ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഫേർദർ അപ്രോക്സ് ആയിട്ട് എടുത്താലും അപ്രോക്സിനെ വീണ്ടും നമ്മൾ അതിന്റെ അടുത്തേക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതി ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എടുക്കുന്നോ അതിനുശേഷം എത്ര കൂട്ടിയെടുത്തോ എത്ര കുറച്ചെടുത്തോ എന്നുള്ളത് നോക്കിയിട്ട് അതിൽ വീണ്ടും ചെയ്ത് നോക്കും. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഞാൻ എടുത്തപ്പോൾ ആദ്യം 10 എടുത്തു, പക്ഷെ ഓപ്ഷനിൽ പോയി നോക്കിയപ്പോൾ എനിക്ക് 3 10 ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് 3 10 വെച്ച് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ 10 കഴിഞ്ഞിട്ട് ഞാൻ എത്ര കൂട്ടിയെടുത്തു എന്നുള്ളത് നോക്കി. ഞാൻ 3 കൂട്ടിയെടുത്തു. അങ്ങനെയാണെങ്കിൽ ആ 3-നെ 30 എടുത്തിട്ട് വീണ്ടും അതേ 5 കൊണ്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അവിടെ 0.6 എന്ന് വന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആൻസറിന്റെ അടുത്തേക്ക് പോകുന്നത്, ഇൻ കേസ് ആൻസർ തമ്മിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം എനിവേ പറയാൻ വന്നത് ഡിസോണർ സെല്ലർ നോക്കിക്കോണം. ഡിസോണർ സെല്ലറിന്റെ നമുക്ക് അത്യാവശ്യം ഒരു 4-5 ക്വസ്റ്റിന് കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഈ എടുത്ത് പറയുന്ന ചില ഏരിയാസ് ഒന്ന് നോട്ട് ചെയ്തോണേ. ഡിസോണർ സെല്ലർ നല്ലപോലെ നോക്കിക്കോണം എക്സാമില്. പിന്നെ സക്സസീവ് ഡിസ്കൗണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് 3 ഡിസ്കൗണ്ട് ഒക്കെ വെച്ചാണ് എക്സാമിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സക്സസീവ് ഡിസ്കൗണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ CHSL ഉണ്ടായിരുന്നു, ലാസ്റ്റ് ഇയർ CHSL CGL-നൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. 15 20 25% ഡിസ്കൗണ്ട് വന്ന് മൊത്തം ഡിസ്കൗണ്ട് എത്ര വരും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എക്സാമിന് വരുന്ന സമയത്ത് നിങ്ങൾ ഇത് നല്ലപോലെ ചെയ്യുക. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് സക്സസീവ് വെച്ചും എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ അല്ലാതെ ലോജിക്കലി എടുക്കാം. ഇപ്പൊ 100 ഉണ്ടായിരുന്ന ഒരു സാധനം, ആദ്യം ആ 100-ൽ എനിക്ക് 15% കുറയുവാണെങ്കിൽ 100-ൽ 15% കുറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വരും? 85 എന്ന് വരും. പിന്നെ 85-ൽ എനിക്ക് പിന്നെ ഒരു 20% കുറയുക. 85-ൽ 20% കുറയുക എന്ന് പറഞ്ഞാൽ 85-ന്റെ 20% എന്ന് പറഞ്ഞാൽ എനിക്ക് 17 കുറയും. 85-ൽ നിന്ന് 17 കുറച്ചാൽ 75 65 68 എന്ന് വരും. 68-ൽ പിന്നെ എനിക്ക് 25% കുറയ്ക്കുക. 68-ന്റെ 25% എന്ന് പറഞ്ഞാൽ 68/4 അത് എത്ര വരും? നമുക്ക് 34 17 ഓൾമോസ്റ്റ് 17 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു 17 ആണോ? അതെ, 17 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എത്ര വരും? നമുക്ക് 51 എന്ന് വരും. അപ്പൊ 100-ൽ തുടങ്ങിയിട്ട് 51-ലാണ് നമ്മൾ അതിനെ സെല്ല് ചെയ്യുന്നത്, ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം സെല്ല് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് കുറഞ്ഞത്? 49 കുറഞ്ഞു. ആൻസർ എത്ര വരും? 49% വരും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസിനെ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സക്സസീവ് ചെയ്യാം. സക്സസീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ 2 എണ്ണം എടുത്ത് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആൻസറും ഇതുകൂടി വെച്ച് വീണ്ടും ഇത് രണ്ടും കൂടി വെച്ച് വീണ്ടും സക്സസീവ് ചെയ്യണം. അപ്പോഴായിരിക്കും നമുക്ക് ഈ പറഞ്ഞ ആൻസർ ആയ 49% എന്നുള്ള ആൻസർ കിട്ടുന്നത്. ശരി, ഇപ്പൊ ഞാൻ ഇനി ജസ്റ്റ് നിങ്ങൾക്ക് അല്ലാതെ ഒന്ന് പറഞ്ഞു പോവാം. ഇപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റൻസ് നമുക്ക് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഡിസ്കൗണ്ട് ആൻഡ് മാർക്ക്ഡ് പ്രൈസിന്റെ ക്വസ്റ്റിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഡിസ്കൗണ്ട് ആൻഡ് മാർക്ക്ഡ് പ്രൈസിന്റെ ക്വസ്റ്റൻ ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് മോർ ദാൻ ഹാഫ് അത് എന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാം. പിന്നെ അതിന്റെ കുറച്ചുകൂടി ലെന്തി ആയിട്ടുള്ള ക്വസ്റ്റൻസും ചെറിയ ക്വസ്റ്റൻസും അങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്.
ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഏരിയയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂടി ചേർത്ത് നമുക്ക് 39 ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, രണ്ടും കൂടി ചേർത്ത്. രണ്ടും ഏകദേശം ഈക്വലി ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ കൂടുതൽ കോമ്പൗണ്ട് കൂടുതൽ അങ്ങനൊന്നും ഇല്ല. നമുക്ക് രണ്ടും ഏകദേശം ഈക്വലി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നോക്കണ്ട. ഓക്കെ, 39 ക്വസ്റ്റൻസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. 39 ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ ഷിഫ്റ്റിലും ഓരോ ക്വസ്റ്റ്യൻ വെച്ചാണ് ചോദിച്ചിരുന്നത്. അപ്പൊ അതിൽ 1-2 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇപ്പം ചെയ്യാൻ സമയമില്ല. സോ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് 5% ഇവിടെ ആൻസറും ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഒരു എമൗണ്ട് 8 വർഷം കൊണ്ടാണ് ഡബിൾ ആവുന്നത്, അങ്ങനെയാണെങ്കിൽ അത് എത്ര വർഷം കൊണ്ടാണ് ഇങ്ങനെ ആവുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ മിസ്റ്റർ ആൻഡ് അലിഗേഷനിൽ വെറും 9 ക്വസ്റ്റൻ ആണ് ചോദിച്ചിരുന്നത്. അതിലും പലതും നമുക്ക് അലിഗേഷൻ ഒന്നും ഇല്ലാതെ ചുമ്മാ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്കറിയാം, യൂഷ്വലി എപ്പോഴും ഈ അലിഗേഷന്റെ ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മിസ്റ്ററിന്റെ ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് നമുക്ക് കൂടുതലും ആ മിസ്റ്ററിന്റെ ക്വസ്റ്റൻസ് വരുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ മിൽക്ക്, വാട്ടർ അങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് നമുക്ക് കൂടുതലും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റൻസ് നമുക്ക് ഏകദേശം ഈ 9 ക്വസ്റ്റനിൽ ഏകദേശം നമുക്ക് ഒരു 4 ക്വസ്റ്റൻ അങ്ങനെയുള്ള ക്വസ്റ്റൻ ആണ് നമുക്ക് ചോദിച്ചിരുന്നത് 9 ക്വസ്റ്റനിൽ. പിന്നെ ഒരു 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം റൈസ്, പൾസിന്റെ ഒക്കെ കിലോ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മിസ്ലേനിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ മിസ്റ്റർ അലിഗേഷൻ ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഓർ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് ഇതാ ഈ ടൈപ്പാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരുപാട് ടൈം സേവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് മിസ്റ്റർ അലിഗേഷൻ മൊത്തം ഇരുന്ന് ചെയ്ത് പഠിക്കാറുണ്ട്. മിസ്റ്റർ അലിഗേഷനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ 2 ടൈപ്പാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതെങ്കിൽ അത് നോക്കിയാൽ പോരെ, വെറുതെ എന്തിനാ ഒരുപാട് സമയം കളയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇനി അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു റൈസ്, പൾസ്, മിൽക്ക്, വാട്ടർ എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് വരത്തില്ല. മിൽക്ക് ആൻഡ് വാട്ടർ മിക്സ് ചെയ്യുന്നത്, മിൽക്ക് ആൻഡ് ആൽക്കോഹോൾ, മിൽക്ക് ആൻഡ് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വാട്ടർ ആൻഡ് ജ്യൂസ് എന്നൊക്കെ പറയുന്നുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് വാട്ടർ ആൻഡ് ആൽക്കോഹോൾ, മിൽക്ക് ആൻഡ് ആൽക്കോഹോൾ അല്ലട്ടോ, വാട്ടർ ആൻഡ് ആൽക്കോഹോൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ആവറേജ്. ഓക്കെ, നമുക്ക് ആവറേജ് 18 ക്വസ്റ്റൻ ആണ് ചോദിച്ചിരുന്നത്. ആവറേജിന്റെ 18 ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ 39 ഷിഫ്റ്റിൽ 18 ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു പകുതി. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു പകുതി ഷിഫ്റ്റ്, പകുതിക്കാളും താഴെയാണ് ചോദിച്ചിരുന്നത്. പക്ഷെ എല്ലാം അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിരുന്നത്. എനിക്ക് നിങ്ങളോട് എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ സം ഓഫ് നമ്പേഴ്സ് ഇല്ലേ, സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് ഈവൻ നാച്ചുറൽ നമ്പർ, സം ഓഫ് ഓഡ് നാച്ചുറൽ നമ്പർ, സം ഓഫ് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ, സം ഓഫ് ക്യൂബ് ഓഫ് നാച്ചുറൽ നമ്പർ, സം ഓഫ് പ്രൈം നമ്പേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസ് നോക്കിയിട്ട് പോകണം. ബിക്കോസ് ഈ വട്ടത്തെ CHSL അത് കൂടുതൽ ചോദിച്ചായിരുന്നു. സാധാരണ അത് വലുതായിട്ട് ചോദിക്കാത്ത, പക്ഷെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വട്ടത്തെ CGL ചെറുതായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വട്ടം CHSL അത് കൂടുതൽ ചോദിച്ചുകൊണ്ട് ഈ വർഷം ഇതേപോലത്തെ ക്വസ്റ്റൻസ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാം. ബിക്കോസ് ഇപ്പൊ കുറെ വർഷമായിട്ട് ഇത് ചോദിക്കാതിരിക്കുന്നുണ്ട്, ഒരുപാട് പേര് അത് നോക്കാതെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിപ്പോ ഇത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മേ ബി ഈ എക്സാമിലും ആർക്കെങ്കിലും ഒക്കെ അത്യാവശ്യം കിട്ടാൻ സാധ്യതയുണ്ട്. അവർ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഈ പറയുന്ന അങ്ങനത്തെ 3 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. 18 ക്വസ്റ്റനിലെ 3 ക്വസ്റ്റൻ കഴിഞ്ഞ വർഷം അതായിരുന്നു. പിന്നെ ഈ ക്ലാസിന്റെ ടെസ്റ്റ് മാർക്ക് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസ് 4 ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്ന ക്വസ്റ്റൻസ് ഈ വെയിറ്റ്, ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ വെയിറ്റ്, ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ ഏജ്, അതിന്റെ ആവറേജ്, അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആണ് കൂടുതൽ ചോദിച്ചിരുന്നത്. പിന്നെ മിസ്ലേനിയസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, മറ്റേ ഇന്നിങ്സിന്റെ ക്വസ്റ്റൻ ചോദിക്കാറുണ്ട്, അതും പിന്നെ ഇൻകം എക്സ്പെൻഡിച്ചറിന്റെ ഒക്കെ ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട്. ആവറേജ് ഇൻകം എത്രയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആവറേജിന് നമുക്ക് ഈ ഒരു ഇമ്പോർട്ടൻസ് ആണ് ക്വസ്റ്റൻസിന് വരുന്നത്. പിന്നെ ഞാൻ അതേപോലത്തെ ഒരു ക്വസ്റ്റൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വട്ടത്തെ CGL ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഇത്, നിങ്ങൾ ഈ കാണുന്നത്. ദ ആവറേജ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 32 ആൻഡ് 69. അപ്പൊ അവിടെ ഇരുന്നോണ്ട് നമ്മൾ തപ്പാൻ നിൽക്കില്ല. നിങ്ങൾക്കറിയാം 30 വരെയുള്ള എല്ലാവർക്കും അറിയായിരിക്കും. 30 വരെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവർ ചോദിച്ചെവിടെ 32 തൊട്ട് 69 ചോദിച്ചത്, വലുതായിട്ട് നോക്കാത്ത ഒരു ഏരിയ. ഞാൻ നിങ്ങൾക്ക് ഇവിടെ 1 തൊട്ട് 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, നിങ്ങൾക്ക് ആവശ്യം വരും എവിടെയെങ്കിലും. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് പോയിക്കോണം, ബിക്കോസ് ഇനിയും ചോദിക്കാം ഇത്. ഓക്കെ, കഴിഞ്ഞ വർഷം ചോദിച്ചു, ഈ വട്ടത്തെ CHSL ചോദിച്ചെങ്കിൽ ഈ വർഷവും ചോദിക്കാതെ. ഓക്കെ, സോ ഇതൊന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് നിങ്ങൾ നോക്കിയേക്കണേ ഈ ഒരു സംഭവം. നമുക്ക് ഇവിടെ ഇപ്പൊ 37, 41, 43, 47, 53, 59, 61, 67 ഇതിന്റെ ആവറേജ് ആണ് അവർ ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോണേ, മറന്നുപോലെ. ശരി, അതേപോലെ ആ ഇന്നിങ്സിന്റെ ക്വസ്റ്റിന് അതുകൊണ്ട് അതിന്റെയും നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഞാൻ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതും കഴിഞ്ഞ വർഷത്തെ CGL ക്വസ്റ്റിന്, പക്ഷെ ഒറ്റ ക്വസ്റ്റിനെ ഉള്ളായിരുന്നുള്ളൂ ഇന്നിങ്സിന്റെ, ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ഇന്നിങ്സിന്റെ. പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ല, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഓൾജിബ്ര, ട്രിഗ്നോമെട്രി ഒക്കെ ഉണ്ട്, പക്ഷെ ചെറിയൊരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ്. അത് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഇപ്പൊ 23 അല്ലേ ഉള്ളൂ, അതിലെന്താ അത്രയും കൂടുതൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല.
ടൈം ആൻഡ് ഡിസ്റ്റൻസിനെ പല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ടൈം ആൻഡ് ഡിസ്റ്റൻസിനെ മാത്രം 23 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അതിൽ 8 ക്വസ്റ്റിനും ആവറേജ് സ്പീഡിന്റെ ക്വസ്റ്റൻ ആയിരുന്നു. പിന്നെ ഇന്റർവൽ ബേസ്ഡ് ക്വസ്റ്റൻ, ഒരാൾ 1 കിലോമീറ്റർ കഴിഞ്ഞ് 5 മിനിറ്റ് റെസ്റ്റ് എടുത്തു എന്നൊക്കെ പറയുന്ന ക്വസ്റ്റൻസ് ഇല്ല, അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നെ യൂഷ്വലി സ്പീഡും ടൈമും നമ്മുടെ ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നെ റേഷ്യോ വെച്ചുള്ള ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ മിസ്ലേനിയസ് ആയിട്ട് റെവല്യൂഷന്, പിന്നെ റിലേറ്റീവ് സ്പീഡിന്റെ ക്വസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ റിലേറ്റീവ് സ്പീഡിന്റെ ക്വസ്റ്റിന് പകരം വേറെ ഒരു സാധനം നല്ലപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് മുമ്പിലോട്ട് വരുമ്പോൾ പറയാം. അപ്പൊ ടൈം ആൻഡ് ഡിസ്റ്റൻസിന് 23 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അപ്പോൾ ഞാൻ ഇതൊരു ക്വസ്റ്റൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഇത് ഈ ഒരു ക്വസ്റ്റൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയട്ടെ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കട്ട്, ഇതൊന്ന് പറയാം. എനിക്ക് രണ്ടുപേര് രണ്ട് സ്ഥലത്തു നിന്ന് ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് രണ്ടുപേര് രണ്ട് സ്ഥലത്തു നിന്ന് ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക. ആ ജേർണി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം രണ്ടുപേരും രണ്ട് സ്ഥലത്തു നിന്ന് ഇങ്ങനെ വരുവാണ്. ഇവിടുന്ന് ഒരാൾ ഇവിടോട്ട് വരുവാണ്, അതുപോലെ ഒരാൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോവുകയാണ്. രണ്ടുപേരും ഒരേ സമയത്താണ് തുടങ്ങിയത്. ഉറപ്പായിട്ട് ഇവർ വഴിക്ക് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യും. ഇവിടുന്ന് വന്ന ആൾ ഇവിടെ വെച്ചും ഇവിടുന്ന് വന്ന ആൾ ഇവിടെ വെച്ചും മീറ്റ് ചെയ്യും. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആൻഡ് ഇവരെ തമ്മിൽ ഇവിടെ മീറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും ഇവിടെ 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവര് ഇവിടെ മീറ്റ് ചെയ്യുന്നത് ഒരു 11 മണിക്കാണെങ്കിൽ രണ്ടുപേരും ഒരേ സമയമല്ലേ എടുത്ത് മീറ്റ് ചെയ്യാൻ വേണ്ടി. 8 മണിക്ക് തുടങ്ങി, രണ്ടുപേരും 11 മണിക്ക് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇവർ കാണാൻ എടുത്ത ഈ ഒരു സമയം അത് എക്സാമിൽ ചോദിക്കാറുണ്ട്. ഇവർ രണ്ടും ദ ടൈം ടേക്കൺ ബൈ ദം ടു മീറ്റ് ഈച്ച് അതർ. അത് കൂടാതെ പിന്നെ ചോദിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്ന ഒരാൾ ട്രിവാൻഡ്രത്ത് നിന്ന് പാലക്കാടും ഒരാൾ പാലക്കാടിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ടും പോവുക. ഇപ്പൊ പോകാൻ നേരത്തെ ഇവർ വഴിക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്തു. മീറ്റ് ചെയ്തതിനു ശേഷം ഇവർ ക്രോസ് ചെയ്ത് അവിടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരാൾ 16 മണിക്കൂറും മറ്റേ ആൾ 9 മണിക്കൂറും എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് വാട്ട് ഇസ് ദ ടൈം ടേക്കൻ ബൈ ദം ടു മീറ്റ് ഈച്ച് അതർ. ഞാൻ ഈ എഴുതിയേക്കുന്ന രണ്ടാമത്തത്. അത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ആ ടൈം ടു മീറ്റ് ഈച്ച് അതർ നിങ്ങൾ ആ തന്നേക്കുന്ന 2 ടൈം കൂടി റൂട്ടിന്റെ അടിയിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും. എനിക്ക് അതാണ് അതിന്റെ ഷോർട്ട് കട്ട്. എനിക്ക് മറന്നു പോലെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ കേസിലാണെങ്കിൽ എനിക്കത് റൂട്ടിന്റെ അടിയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 16 × 9 റൂട്ടിന്റെ അടി എടുക്കുകയാണെങ്കിൽ എനിക്ക് 4 × 3 ഇവരെ മീറ്റ് ചെയ്യാൻ 12 മണിക്കൂർ എടുത്തു എന്ന് എനിക്ക് ആൻസർ കിട്ടും. വളരെ പെട്ടെന്ന് ആൻസർ വരും, വലിയ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ. പിന്നെ വേറെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇവരുടെ രണ്ടുപേരുടെ സ്പീഡ് എന്താണെന്ന് ചോദിക്കും. ഒരാളുടെ സ്പീഡ് തന്നിട്ട് ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റൻ, അറ്റ് വാട്ട് റേറ്റ് ഡസ് ദി സെക്കൻഡ് മാൻ സൈക്കിൾസ് ദി ഫസ്റ്റ് സൈക്ലിംഗ് സ്പീഡ് ഇസ് 12 km/h. അതെങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എയുടെയും ബിയുടെയും സ്പീഡിന്റെ റേഷ്യോ എടുക്കാൻ വേണ്ടി, സ്പീഡിന്റെ റേഷ്യോ അതെടുക്കാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് √T2/T1 എന്ന് വരും. ഓക്കെ, തിരിച്ചെടുക്കണം. T2/T1 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ ആംഗിളിൽ പറയുവാണെങ്കിൽ നമുക്ക് 9/16 എന്ന് എടുക്കണം. അപ്പൊ ആ റേഷ്യോ നമുക്ക് 3/4 എന്ന് വരും. അതിൽ പറഞ്ഞേക്കുന്നത് ആദ്യത്തെ ആളുടെ സ്പീഡ് 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 3 എന്ന് പറയുന്നതാണ് 12 km/h. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ ആളുടെ സ്പീഡ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3 × 4 ആണ് 12. അങ്ങനെയാണെങ്കിൽ 4 × 4 16 km/h എന്ന് വരും, 16 km/h. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ആൻസർ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ 2 ഷോർട്ട് കട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തോണേ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോണേ. ഓക്കെ, ഇപ്പൊ അത് കുറച്ചൊരു ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത്. പിന്നെ അതേപോലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഒരാള് ഒരു സ്പീഡിൽ പോയപ്പോൾ ഇത്രയും മിനിറ്റ് ലേറ്റ് ആയി, വേറൊരു സ്പീഡിൽ പോയപ്പോൾ ഇത്രയും മിനിറ്റ് നേരത്തെ എത്തി അല്ലെങ്കിൽ ലേറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ വീട്ടിൽ നിന്ന് അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്താ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്ന ഡിസ്റ്റൻസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 2 ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കി സോൾവ് ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് എടുക്കാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് S1 × S2 S1 - S2 ഇൻറ്റു ടൈമിന്റെ ഡിഫറൻസ്. ഇതാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ആൻഡ് ടൈമിന്റെ ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പെട്ടെന്ന് എങ്ങനെ എടുക്കാന്ന് പറഞ്ഞുതരാം. രണ്ടും ലേറ്റ് ആണെങ്കിൽ, രണ്ടും ലേറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 2 ടൈം കൂടി എടുത്തിട്ട് അങ്ങ് മൈനസ് ചെയ്യുക. രണ്ടും ലേറ്റ് ആണെങ്കിൽ ആ 2 കൂടി എടുത്ത് അങ്ങ് മൈനസ് ചെയ്യുക. രണ്ടും എയർലി ആണെങ്കിൽ, രണ്ടും എയർലി എന്നാണ് പറയുന്നതെങ്കിൽ 2 കൂടി എടുത്തങ്ങ് മൈനസ് ചെയ്യുക. ഒരെണ്ണം ലേറ്റും ഒരെണ്ണം എയർലി ആണെന്ന് പറയുകയാണെങ്കിൽ, ഒരു ദിവസം നേരത്തെ എത്തിയെന്ന് ഒരു ദിവസം ലേറ്റ് ആയെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ 2 കൂടി എടുത്തങ്ങ് ആഡ് ചെയ്തേക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു സ്പീഡ് 4 എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആ അടുത്ത സ്പീഡ് 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 8 തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. ഇൻറ്റു ടൈമിന്റെ ഡിഫറൻസ്, ഒരു ദിവസം 7 മിനിറ്റ് ലേറ്റും വേറെ ദിവസം 9 മിനിറ്റ് നേരത്തെയും. ഇപ്പൊ രണ്ടും ഓപ്പോസിറ്റ് അല്ലേ, ഒരെണ്ണം എയർലിയും ഒരെണ്ണം ലേറ്റും ആണ്. അങ്ങനെയാണെങ്കിൽ ആ 2 കൂടി അങ്ങ് ആഡ് ചെയ്യുക. 9ഉം 7 കൂടി ആഡ് ചെയ്ത് എത്ര വരും, 16 വരും. ഡിവൈഡ് ബൈ, അത് മിനിറ്റ് ആയതുകൊണ്ട് അതിനെ നമുക്ക് ഇത് km/h ആയതുകൊണ്ട് നമുക്ക് അതിനെ ഹവറിലേക്ക് ആക്കാൻ ബൈ 60 കൂടി ചെയ്യുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ആൻസർ വരാൻ വേണ്ടി. ഞാൻ ഇത് 4ഉം 4ഉം ക്യാൻസൽ ചെയ്തു. ഞാൻ ഈ 16 വെച്ച് 2 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 8 എന്ന് വരും. ഞാൻ ഇവിടെ ഒരു 2 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇത് 4 എന്ന് വരും. 4 × 8 32 എന്ന് വരും.
3 into 5 15 എന്ന് വരും. 32നെ ഞാൻ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് 2.13 എന്ന് വരും. 2.13. ഓപ്ഷൻ ബി 2.13 കിലോമീറ്റർ എന്ന് ആൻസർ വരും. നോക്കിയേ. സോ ഈ ഒരു ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓക്കെ, അറിയത്തില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോണേ. ആൻഡ് ഒരു ടൈം ഡിഫറൻസ് ആണ് ഇമ്പോർട്ടൻ്റ്, അത് ശ്രദ്ധിച്ചോണേ. അത് എടുക്കാനുള്ള രീതി ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി, പെട്ടെന്ന് ആൻസർ വരും നിങ്ങൾക്ക്. ശരി, നമുക്ക് 9 o'clock കഴിഞ്ഞ് കുറച്ചുകൂടി സമയമായി. ഞാൻ ഇനിയുള്ളത് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാമേ, ഒരുപാട് സമയം കളയുന്നില്ല. ജസ്റ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവാൻ വേണ്ടിയുള്ളത് മാത്രം പറഞ്ഞു പോകാം. അപ്പൊ നേരത്തെ ഞാൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് 23 ക്വസ്റ്റൻ ഉണ്ടെന്ന് പറഞ്ഞു. ബോട്ട് ആൻഡ് സ്ട്രീം 13 ക്വസ്റ്റൻ ആണ് ചോദിച്ചിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ട്രെയിനിന്റെ ക്വസ്റ്റൻ, ഓക്കെ, ഇവിടെ ബോട്ട് ആൻഡ് സ്ട്രീം അല്ല, ഇവിടെ ട്രെയിൻ ആണ്. ട്രെയിനിന്റെ 7 ക്വസ്റ്റൻ ആണ് നമുക്ക് ചോദിച്ചിരുന്നത്. അപ്പോൾ ബോട്ട് ആൻഡ് സ്ട്രീം, അതെ, ബോട്ട് ആൻഡ് സ്ട്രീം 13 ക്വസ്റ്റിനും ട്രെയിനിന്റെ 7 ക്വസ്റ്റിനും. എന്നാൽ ഞാൻ മൊത്തം എത്ര 23ഉം 7ഉം 13ഉം 20ഉം 23ഉം 43 ക്വസ്റ്റ്യൻ. ഇതല്ല ഇമ്പോർട്ടന്റ്. ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും ചോദിക്കുന്നത് തന്നെ. ആ 43 ക്വസ്റ്റ്യൻ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു റിലേറ്റീവ്സിന്റെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അതിന് പകരം അവർ പോലീസ് ആൻഡ് തീഫിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം പോലീസ് ആൻഡ് തീഫ് എന്ന് പറയുന്നത് റിലേറ്റീവ്സിന്റെ കൺസെപ്റ്റാണ്. ആ റിലേറ്റീവ്സിന്റെ മാത്രം പോലീസ് ആൻഡ് തീഫിന്റെ മാത്രം എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? 21 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 43ഉം 23ഉം എത്രയായി നമുക്കിപ്പം? ഏകദേശം 40, 50, 60, 64 ക്വസ്റ്റ്യൻ ആയി ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് മാത്രം. ഓക്കെ, ഇനി ഇതുമല്ല, ഇതും കഴിഞ്ഞ് നമുക്ക് ഈ പറയുന്ന ട്രെയിൻ നമ്മുടെ റേസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ റേസ് 3 പേര് ഓടുന്നതിനെ കുറിച്ച് കമ്പയർ ചെയ്തില്ലേ, അതിന്റെ മാത്രം 22 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ 64ഉം 22ഉം നമുക്കത് 86 ക്വസ്റ്റ്യൻ ആയി. ടൈം ആൻഡ് ഡിസ്റ്റൻസ് ട്രെയിന് ബോട്ട് മാത്രം ചേർത്ത്, എസ്പെഷ്യലി അതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും ടൈം ആൻഡ് ഡിസ്റ്റൻസും ട്രെയിനും ബോട്ടും വലിയൊരു പ്രശ്നമേ അല്ല. ശരിക്കും നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? ഈ പോലീസ് ആൻഡ് തീഫിന്റെ ക്വസ്റ്റ്യൻ നല്ലപോലെ നോക്കുക. നിങ്ങൾക്ക് മിക്കവാറും അതിന്റെ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും വർക്കും കിട്ടും. അത് കൂടാതെ എന്ത് നോക്കുക? ഈ റേസിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ്. ഈ രണ്ട് ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് രണ്ടും നല്ലപോലെ നോക്കിയിട്ട് പോകണം. നിങ്ങൾ കണ്ടു കാണും. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ആ നമ്പേഴ്സ് വെച്ചാൽ പറയുന്നത്, ചുമ്മാ പറയുമല്ല. ഓക്കെ, നിങ്ങൾ കാണാൻ പറ്റും ഞാൻ എക്സാക്ട് നമ്പർ വെച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പറയുന്ന തീഫിന്റെ ക്വസ്റ്റിന് 21 ക്വസ്റ്റിനും റേസിന്റെ ക്വസ്റ്റിന് 22 ക്വസ്റ്റിനും. ഓക്കെ, അപ്പൊ നോക്കിയേ, ടൈം ഡിസ്റ്റൻസും ട്രെയിനും ബോട്ടും കൂടി ചേർത്ത് 41 ക്വസ്റ്റിനാ. ഇത് രണ്ടും കൂടി ചേർത്ത് മാത്രം 41 ക്വസ്റ്റിൻ ഉണ്ട്. 41, അതെ, 41 ക്വസ്റ്റിൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഇത് നല്ലപോലെ നോക്കിയിട്ട് പോകണം. പിന്നെ ടൈം ആൻഡ് വർക്ക് അഗൈൻ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടൈം ആൻഡ് വർക്ക് കഴിഞ്ഞ വർഷം 116 ക്വസ്റ്റ്യൻ ആണ് ടൈം ആൻഡ് വർക്കിന് ചോദിച്ചത്. അതിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നതും നമ്മുടെ ഈ പാർഷ്യൽ വർക്ക്, ഓൾട്ടർനേറ്റ് വർക്ക്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. പിന്നെ എല്ലാം ഇമ്പോർട്ടന്റ് ആയിരുന്നു, ബിക്കോസ് എല്ലാത്തിനും അത്യാവശ്യം നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ 116 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു 39 ഷിഫ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു. അതൊരു 3 ഇരട്ടി എടുത്താൽ പോലും നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 117 ആണ് വരുന്നത്. 116 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ആവറേജ് പറയുകയാണെങ്കിൽ ഒരു ഷിഫ്റ്റിൽ 3 ക്വസ്റ്റ്യൻ വെച്ച് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്ര മാത്രം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ പാർഷ്യൽ വർക്കും ഓൾട്ടർനേറ്റ് വർക്കും നല്ലപോലെ നോക്കുക. പക്ഷെ പൈപ്പ് നിങ്ങൾ ഒരുപാട് നോക്കി സമയം കളയണ്ട. മൊത്തം 39 ഷിഫ്റ്റിൽ 10 ഷിഫ്റ്റിലാണ് പൈപ്പിന്റെ ക്വസ്റ്റ്യൻ വന്നത്. ആൻഡ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ എന്താ പറയാ, നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്നതിൽ ഒരു 25% പേർക്ക്, അല്ലെങ്കിൽ എക്സാമിൽ വരുന്ന ഒരു 20 to 25% ആൾക്കാർക്ക് മാത്രമേ ഇതിന്റെ ക്വസ്റ്റ്യൻ കിട്ടത്തോലും ഉള്ളൂ. പക്ഷെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് അങ്ങനല്ല. സോറി, ടൈം ആൻഡ് വർക്ക് അങ്ങനല്ല. ടൈം ആൻഡ് ഡിസ്റ്റൻസും ടൈം ആൻഡ് വർക്കും എനിക്ക് രണ്ടും അങ്ങനല്ല. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ റിമൈനിങ് ഏരിയസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് 8 ക്വസ്റ്റൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നിങ്ങൾക്കറിയാം നമ്പർ സിസ്റ്റം വലിയൊരു ചാപ്റ്റർ, പക്ഷെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് 8 ക്വസ്റ്റൻ ആണ് ചോദിച്ചിരുന്നത്. സിംപ്ലിഫിക്കേഷനിൽ 47 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ ഷിഫ്റ്റിലും ഒരു ക്വസ്റ്റൻ വെച്ചും ചില റയർ ഷിഫ്റ്റുകളിൽ 2 ക്വസ്റ്റൻ വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡിവിസിബിലിറ്റി റൂള്, നമ്മൾ ഇത് നമ്പർ സിസ്റ്റത്തിന്റെ അകത്ത് എടുക്കുന്നത് നിങ്ങൾക്കറിയാം ഡിവിസിബിലിറ്റി റൂള്. പക്ഷെ ആ ഡിവിസിബിലിറ്റി റൂളിൽ 38 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിലും ഒരു ക്വസ്റ്റൻ വെച്ച്. സോ ഡിവിസിബിലിറ്റി റൂള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നല്ലപോലെ നോക്കിയിട്ട് പോകണം നിങ്ങൾ എക്സാമിൽ. പിന്നെ HCF LCM എന്ന് ആ ഒരു കൺസെപ്റ്റ് വരുന്ന 2 ക്വസ്റ്റനേ ഉള്ളായിരുന്നുള്ളൂ. സോ ഒരുപാട് സമയം അതിനും നിങ്ങൾ കളയണ്ട. പിന്നെ ഏജസ് ഈ വട്ടം CHSL അത്യാവശ്യം നല്ലപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വട്ടം CGL-നും ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഒരു ആംഗിളിൽ പറയുകയാണെങ്കിൽ 8 ക്വസ്റ്റനേ ഉള്ളായിരുന്നുള്ളൂ. ഓക്കെ, അത് അങ്ങനെ ഒരുപാട് ചോദിക്കുന്ന ഒരു ഏരിയ അല്ല. പിന്നെ ചോദിച്ചാലും റേഷ്യോ വെച്ച് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റാറുമുണ്ട്. ആർക്കും വലിയ പ്രശ്നം തോന്നാറില്ല. പക്ഷെ നിങ്ങൾ ഇതിന് ഒരുപാട് സമയം കളയണ്ട. നിങ്ങൾ ഇനി എക്സാം നടക്കുമ്പോൾ ഇതിന്റെ ഒരു ഫ്രീക്വൻസി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇത് ഒരുപാട് സമയം കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ അഡ്വാൻസ് മാത്സിലേക്ക് വരാം. അഡ്വാൻസ് മാത്സ് എന്ന് പറയുമ്പോൾ ഓൾജിബ്രയിൽ നിന്ന് 93 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ ഷിഫ്റ്റിലും ഒരു 2 അല്ലെങ്കിൽ ചില റയർ ഷിഫ്റ്റുകളിൽ 3 ക്വസ്റ്റ്യൻ വെച്ചൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചില ഷിഫ്റ്റിൽ ട്രിഗ്നോമെട്രിന്റെ ക്വസ്റ്റ്യൻ കുറഞ്ഞപ്പം ഓൾജിബ്രയിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജോമെട്രിയിൽ നിന്ന് 96 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിലും 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ ഒരു ആംഗിളിലാണ് ചോദിച്ചിരുന്നത്.
ട്രിഗ്നോമെട്രിയിൽ നിന്ന് 114 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ചില ഷിഫ്റ്റുകളിൽ 4 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. 4 ക്വസ്റ്റിന് ഓൾജിബ്രയിൽ നിന്ന് ക്വസ്റ്റ്യൻ കുറഞ്ഞു, പക്ഷെ ആ സമയത്ത് ഒരു ക്വസ്റ്റനൊക്കെ കുറഞ്ഞു. പക്ഷെ ട്രിഗ്നോമെട്രിയിൽ നിന്ന് 4 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം അല്ലാതെ പറഞ്ഞാലും 3 ക്വസ്റ്റ്യൻ വെച്ചുണ്ടായിരുന്നു. ആവറേജ് 3 ക്വസ്റ്റ്യൻ വെച്ചുണ്ടായിരുന്നു. പിന്നെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, 3 ക്വസ്റ്റൻ ആണ് ചോദിച്ചത് മൊത്തം ഷിഫ്റ്റും കൂടി ചേർത്ത്. പിന്നെ നമ്മുടെ മെൻസുറേഷനിലേക്ക് വരുവാണെങ്കിൽ 66 ക്വസ്റ്റൻ ആണ് മെൻസുറേഷനിൽ നിന്ന് ചോദിച്ചത്. അപ്പൊ 66 ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എല്ലാ ഷിഫ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ വെച്ച്, ചില പകുതിത്തോളം ഷിഫ്റ്റിൽ 2 ക്വസ്റ്റ്യൻസ് വെച്ചാണ് ചോദിച്ചത്. പിന്നെ DI നിങ്ങൾക്കറിയാം, DI ഈ വട്ടം CHSന് ഭയങ്കരമായിട്ട് പണി കൊടുത്തായിരുന്നു. പണിയല്ല, ആക്ച്വലി CHSന്റെ പല ഷിഫ്റ്റിലും 3 തൊട്ട് 4 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു 25 ക്വസ്റ്റനിൽ. അതുകൊണ്ട് ഈ വട്ടം CGL-ന് ഇതിന്റെ ഇമ്പോർട്ടൻസ് നല്ലപോലെ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് നല്ലപോലെ നോക്കിയിട്ട് വേണം. നിങ്ങൾക്ക് മിക്കവാറും ഷിഫ്റ്റുകളിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും 2 തൊട്ട് 4 ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് 2 തൊട്ട് 4 ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പക്ഷേ ഒരുപാട് പേർക്ക് സമയം പോയി എക്സാമിൽ. അതുകൊണ്ട് ഇത് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കാറുണ്ട്. ഡാറ്റ ഒരുപാട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എടുക്കാൻ സമയം എടുക്കാറുണ്ട്. പിന്നെ ഗ്രാഫ് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചിലവർക്കെങ്കിലും അത് ചെയ്യാൻ സമയം എടുക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് കുറച്ചുകൂടി ഒന്ന് നല്ലപോലെ നോക്കിയിട്ട് പോകണം. അത് ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് അത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ 71 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനായിരുന്നു നമ്മുടെ എക്സാമിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എക്സാമിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരു ആംഗിൾ. അപ്പോൾ ഒരു ഓവറോൾ ഒരു ആംഗിളിൽ പറയുവാണെങ്കിൽ, ലൈക്ക് ഈ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് എന്തൊക്കെ നോക്കണം എന്ന് പറയുവാണെങ്കിൽ, അതിന്റെ ഒരു ഓർഡറിൽ ഞാൻ അതിനെ പറയുവാണെങ്കിൽ, നിങ്ങൾ പെർസെന്റേജിന്റെ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞ ആ ചില ഏരിയാസ് നല്ലപോലെ ഒന്നുകൂടി നോക്കുക. റേഷ്യോ നല്ലപോലെ റിവൈസ് ചെയ്യുക. റേഷ്യോ റിവൈസ് ചെയ്തതിനു ശേഷം നിങ്ങൾ ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻസ് നല്ലപോലെ ചെയ്ത് നോക്കുക. ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻസ് അതിലും നിങ്ങളുടെ പാർഷ്യൽ വർക്കും ഓൾട്ടർനേറ്റ് വർക്കും, ഓക്കെ, പാർഷ്യൽ വർക്കും ഓൾട്ടർനേറ്റ് വർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഇല്ല, ഒരാൾ ഇന്ന് ചെയ്തു അടുത്ത ABC എന്നൊക്കെ ചെയ്യുന്നതും, പിന്നെ ആരെങ്കിലും ചെയ്തു തുടങ്ങി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരാൾ വന്നു, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ ഒരാൾ പോയി, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് നോക്കണം, പക്ഷെ അതിൽ നിങ്ങൾ ഈ പോലീസ് ആൻഡ് തീഫിന്റെ ക്വസ്റ്റ്യൻസ് കൂടുതൽ നോക്കുക. പോലീസ് ആൻഡ് തീഫ് ആൻഡ് റേസിന്റെ ക്വസ്റ്റ്യൻസ് നല്ലപോലെ നോക്കുക. ഓക്കെ, റേസിന്റെ ക്വസ്റ്റ്യൻസ്. പിന്നെ നിങ്ങൾ പിന്നെ ഇമ്പോർട്ടന്റ് ആംഗിളിൽ പറയുകയാണെങ്കിൽ DI, ഓക്കെ, DI നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. DI വലിയതായിട്ട് പഠിക്കാനൊന്നുമില്ല, DI നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. അത് ഇമ്പോർട്ടന്റ് ആണ്, DI പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ നമുക്ക് പെർസെന്റേജിന് ഒരു ക്വസ്റ്റ്യൻ കിട്ടും, റേഷ്യോന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടും, ഏജസ് ഒക്കെ ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട്, മിനിമം പറയുക. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട്, ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട്, ഇതിൽ നിന്ന് ഒരു 3 ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഇതെല്ലാം കൂടി പ്ലസ് ചെയ്താൽ തന്നെ നമുക്ക് 3, 4, 5, 6, 7, 8, 9 ക്വസ്റ്റ്യൻസ് ആയി. പിന്നെ നിങ്ങൾക്കറിയാം ഓൾജബ്രയിൽ നിന്ന് നമുക്ക് ഒരു 2 തൊട്ട് 3 ക്വസ്റ്റ്യന്, ട്രിഗ്നോമെട്രിയിൽ നിന്ന് നമുക്ക് ഒരു 3 തൊട്ട് 4 ക്വസ്റ്റ്യന്, അല്ലെങ്കിൽ 2 തൊട്ട് 4 ക്വസ്റ്റ്യൻ എന്ന് പറയാം. അതിൻ്റെ അകത്ത് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മറ്റേ ക്വാഡ്രന്റ് സിസ്റ്റം ഇല്ലേ, അതാണ് കൂടുതൽ സിസ്റ്റം കൊടുക്കേണ്ടത്. ക്വാഡ്രന്റ് സിസ്റ്റം ആണ് നിങ്ങളുടെ മോർ ദാൻ 50% ഓഫ് ദ ക്വസ്റ്റൻസും ക്വാഡ്രന്റ് സിസ്റ്റം ബേസ്ഡ് ക്വസ്റ്റൻസ് ആയിരുന്നു ചോദിച്ചത് എക്സാമിൽ ട്രിഗ്നോമെട്രിയിൽ നിന്ന്. പിന്നെ നിങ്ങൾ മെൻസുറേഷൻ നിങ്ങൾക്കൊരു 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ കിട്ടും. ആൻഡ് നിങ്ങൾ ഡിവിസിബിലിറ്റി റൂൾ ഞാൻ പറയാൻ വിട്ടുപോയി. ഡിവിസിബിലിറ്റി റൂൾ ആ നമ്പർ സിസ്റ്റമിന്റെ ഒരു ആംഗിളിൽ തന്നെ എടുക്കാം. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് ഫൈനലി നിങ്ങൾ ജോമെട്രി നിങ്ങൾക്കൊരു അതിലും കോർഡിനേറ്റ് ജോമെട്രി നല്ലപോലെ നോക്കുകയാണെ. ഈ വട്ടം CHSന്റെ എക്സാമിന് കോർഡിനേറ്റ് ജോമെട്രി നല്ലപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കോർഡിനേറ്റ് ജോമെട്രി ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടായിരുന്നു കോർഡിനേറ്റ് ജോമെട്രി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ജോമെട്രിയിൽ നിന്ന് 2 ക്വസ്റ്റ്യനും കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും, ഓക്കെ, ആ ഒരു ആംഗിളിൽ പറയാം 3 ക്വസ്റ്റ്യൻ, ചിലപ്പോൾ 4 ക്വസ്റ്റ്യൻ വരെ. അപ്പൊ നിങ്ങൾ ഇത്രയും ഒന്ന് നല്ലപോലെ നോക്കിയാൽ, ഇപ്പൊ നമ്മൾ ഈ എഴുതിയേക്കുന്ന ഇത്രയും നല്ലപോലെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇവിടുന്ന് തന്നെ നിങ്ങൾക്കൊരു 18 തൊട്ട് 20 ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ഒരു മിസ്ലേനിയസ് ആംഗിൾ പിടിച്ചാൽ മതി. ബാക്കിയുള്ളതെല്ലാം കൂടി ഒരു മിസ്ലേനിയസ് എന്നൊരു ആംഗിളിൽ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഇത് ഈ ഒരു ആംഗിളിൽ ഒന്ന് നോക്കാം. ഇനിയുള്ള ദിവസം നോക്കിയാൽ മാത്രം മതി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറന്നുകൊണ്ട് ഇനിയുള്ള എല്ലാ ഷിഫ്റ്റും റിവ്യൂ ചെയ്ത് തന്നെ പോവുക. ഡെയിലി എല്ലാ ഷിഫ്റ്റും റിവ്യൂ ചെയ്യുക. നിങ്ങൾ തന്നെ ഒരു ഷിഫ്റ്റിന് അനലൈസിസ് ക്രിയേറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഈ വർഷം CGL എങ്ങനെ ആയിരുന്നു എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞില്ല, ഇത്രയും ക്വസ്റ്റ്യൻ വന്നു, ഇതാണ് കൂടുതൽ ചോദിച്ചത്, ഇവിടെ നിന്ന് ചോദിച്ചു, ഞാൻ ഈ എഴുതിയില്ലേ. ഇതേപോലെ എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റാം. നിങ്ങളുടെ ഷിഫ്റ്റിനെ കുറിച്ചല്ല, ഫുള്ള് CGL-നെ കുറിച്ച് നിങ്ങളോട് ഒരു 1 പേജ് എസ്സേ എഴുതി തരാൻ പറഞ്ഞാൽ, ഈ 1 പേജ് ഒരു ഡാറ്റ എഴുതി തരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ ഇപ്പൊ എഴുതി തന്ന പോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, ആ രീതിയിൽ ആ CGL-ന്റെ എക്സാമിനെ ഒന്ന് നല്ലപോലെ റിസർച്ച് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതിപ്പോ ഞാൻ മാത്സിന്റെ ഒരു ആംഗിളാണ് പറഞ്ഞത്. ഇതേപോലെ റീസണിങ്ങും ഇംഗ്ലീഷും GK-യും ചെയ്യാൻ നോക്കുക. ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ജനറൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു, ഞാൻ അതൊന്ന് റിപ്ലൈ ചെയ്യാം. ഞാൻ നിങ്ങൾ ഒരുപാട് സമയം പോകണ്ട എന്ന് വിചാരിച്ചാണ് കുറച്ച് സ്പീഡിൽ ഒന്ന് ചെയ്തു പോയത്.
നമ്മുടെ സീസണൽ എക്സാം കൂടി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതിൽ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ സംഭവം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോണേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റും. ഈ പറഞ്ഞ ഏരിയാസ് ഒക്കെ ഒന്ന് നല്ലപോലെ നോക്കാൻ ട്രൈ ചെയ്യാം. എനിക്ക് പറഞ്ഞ എല്ലാ ഏരിയാസും നല്ലപോലെ നോക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന്റെ അകത്ത് എന്തെങ്കിലും ജനറൽ ഡൗട്ട്സ് ഉണ്ടോ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡൗട്ട്സ് വരാനൊന്നും ഇല്ല. എന്തുകൊണ്ടാ നമ്മൾ ഓൾറെഡി എല്ലാം മാത്സിന്റെ ആ ഒരു ഏരിയ എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താൽ പോയത്. ഞാൻ ഓരോന്നും വിത്ത് നമ്പേഴ്സ് അടക്കം പറഞ്ഞാണ് പോയത്. സോ ഐ ഹോപ്പ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ഒരു എക്സാമിനെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ, ലൈക്ക് കഴിഞ്ഞ വർഷം നടന്നതും ഈ വർഷം നടന്ന CHLന്റെ എക്സാം കൂടി വെച്ച് ചോദിച്ച ക്വസ്റ്റിന്റെ ആ ഒരു ഏരിയാസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വരുന്ന ഇനിയിപ്പം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയാസ് ഒക്കെ ഒരുപാട് കടന്ന് ഫുള്ള് അയ്യോ 24 ചാപ്റ്റർ നോക്കണം, 30 ചാപ്റ്റർ നോക്കണം എന്നൊക്കെ ഒരു ആംഗിളിൽ നോക്കി സമയം കളയാതെ കുറെ ഏരിയ സ്കിപ്പ് ചെയ്തുകൊണ്ട് നോക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏജസ്, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, അങ്ങനെ കുറെ ഏരിയാസ് നിങ്ങൾക്ക് ഒരുപാട് സമയം കൊടുത്ത് മിസ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് എന്നിട്ട് 9 ക്വസ്റ്റിനൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരുപാട് സമയം കൊടുത്ത് വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് കുറച്ചുകൂടി നോക്കാൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കുറച്ചുകൂടി ഏരിയാസ് സ്കിപ്പ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ അത് നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല എന്ന റാങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഐ ഹോപ്പ് വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ആടെയും പ്രത്യേകിച്ച് വേറെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. സോ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ എന്നാ? ഐ ഹോപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തോന്നുന്നു വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ ഇനി അങ്ങോട്ട് നോക്കാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇനി വരുന്ന ഷിഫ്റ്റുകൾ നല്ലപോലെ റിവ്യൂ ചെയ്യുക. ആൻഡ് നല്ലപോലെ എക്സാം എഴുതാൻ പറ്റുക എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് വിഷ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു അഭിഷേക്. എനിക്ക് ഇപ്പൊ എന്തായാലും നിങ്ങളാണ് എക്സാം എഴുതുന്നത്, നിങ്ങൾ നല്ലപോലെ എഴുതാൻ പറ്റണം, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയാണ് അത്രയും ഡീപ്പായിട്ട് പോയത്. താങ്ക് യു സോ മച്ച് അഭിഷേക്. താങ്ക് യു രഞ്ജിത്ത്. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ് എല്ലാവർക്കും ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് എക്സാംസ്. താങ്ക് യു ഉമ്മു ഹബീബ. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.